ശാന്തി. സദ്ഗുരുവാരെ ഇന്ന് നമുക്ക് സദ്ഗുരു ബാബയുടെ സത്ശിക്ഷണങ്ങൾ, ബാബയുടെ ഫെബ്രുവരി 1 മുരളി കേൾക്കാം. 15-12-2005 മുരളിയുടെ റിവിഷനായിരുന്നു. മുരളിയുടെ സാരം: अब स्नेह और सहयोग की रूपरेखा സ്റ്റേജ് पर लाओ. ഇപ്പോൾ സ്നേഹത്തിൻ്റെയും സഹയോഗത്തിൻ്റെയും രൂപരേഖ സ്റ്റേജിലേക്ക് കൊണ്ടുവരൂ. സ്നേഹം, സഹയോഗം. ഹരേക്ക് को गुण और शक्तियों की गिफ्ट दो. ഓരോരുത്തർക്കും ഗുണങ്ങളുടെയും ശക്തികളുടെയും ഗിഫ്റ്റ് കൊടുക്കും. ബാബ ഈ വർഷം ആരംഭിച്ചപ്പോൾ മുതലേ പറയണില്ലേ, വർഷം മുഴുവൻ എല്ലാവർക്കും എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം. ഒന്നുകിൽ എന്തെങ്കിലും ഗുണം, നിങ്ങളിലെ എന്തെങ്കിലും ഗുണം അല്ലെങ്കിൽ ശക്തി നിങ്ങളുടെ കർമ്മത്തിലൂടെ അഥവാ വ്യവഹാരത്തിലൂടെ മറ്റുള്ളവർക്കൊരു ഗിഫ്റ്റായി കിട്ടണം. ആജ് പരമാത്മ ബാപ് അപ്നി ചാരോ ഓർക്കെ. ഇന്ന് പരമാത്മാ പിതാ തൻ്റെ നാനാഭാഗത്തുമുള്ള പരമാത്മാ സ്നേഹത്തിൻ്റെ അധികാരികളായ കുട്ടികളെ കാണുകയായിരുന്നു. മുരളിയിലെ മുഴുവൻ ബാബ ആദ്യ പകുതി സ്നേഹത്തെക്കുറിച്ചായിരുന്നു, ഈശ്വരീയ സ്നേഹം. ഏ പരമാത്മ പ്യാർ വിശ്വമേ കോട്ടോമേ സെ കോയിക്കോ പ്രാപ്ത ഹോത്താ ഹെ. ഈ പരമാത്മ സ്നേഹം വിശ്വത്തിൽ കോടിയിൽ കുറച്ചു പേർക്ക് മാത്രം കിട്ടുന്നതാണ്. ആ കോടിയിൽ കുറച്ചു പേരിൽ ഒരാളാണ് ആര്? ഞാനും. ഈ ഒരു സുമാനം, ഈ ഒരു ആത്മീയ ലഹരി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. കാരണം വിശ്വത്തിൽ നോക്കിയ 850 കോടി ജനങ്ങളുണ്ട്. പക്ഷേ അതിൽ ബാബയെ തിരിച്ചറിഞ്ഞത്, ഭഗവാന്റെ വീട്ടിൽ വന്നിട്ട് ബാബയെ മനസ്സിലാക്കി ഭഗവാനോടൊപ്പം ജീവിതം ജീവിക്കുന്ന കുറച്ച് പേരിൽ ഒരാൾ. ഈ പരമാത്മ പ്യാർ, ഈ പരമാത്മ സ്നേഹം നിസ്വാർത്ഥ സ്നേഹമാണ്. ക്യോങ്കി, എന്തുകൊണ്ടാണ് ബാബ നൽകുന്നത് നിസ്വാർത്ഥ സ്നേഹമാണെന്ന് പറയുന്നത്? എന്തുകൊണ്ടെന്നാൽ ഏക പരംപിതാ പരമാത്മാ ഹി നിരാകാർ ഓർ നിരഹങ്കാരി ഹേ. ഒരേയൊരു പരമാത്മാ പിതാവ് മാത്രമാണ് നിരാകാരൻ, ശരീരമില്ലാത്ത ആൾ. ബാബന് ശരീരധാരി ആരാണെങ്കിലും അവർക്ക് എന്തെങ്കിലും ഒരു സ്വാർത്ഥത ഉണ്ടാകും. ശരീരം ഇല്ലാത്തത് കൊണ്ടാണ് ബാബയ്ക്ക് നിസ്വാർത്ഥ സ്നേഹം തരാൻ കഴിയുന്നത്. മറ്റൊന്ന് ബാബ പറയണ, ബാബ നിരഹങ്കാരിയാണ്, അഹങ്കാരമില്ല. മനുഷ്യാത്മ ശരീരധാരിയായിരിക്കുന്നത് കാരണം ഏതെങ്കിലും സ്വാർത്ഥതയിലേക്ക് വരുന്നു. പരമാത്മ പിതാവ് മാത്രമാണ് തൻ്റെ മക്കൾക്ക് ഇത്രയും നിസ്വാർത്ഥ സ്നേഹം നൽകുന്നത്. പരമാത്മ പ്യാർ ബ്രാഹ്മൺ ജീവൻ കാ വിശേഷ ആധാർ ഹേ. പരമാത്മ സ്നേഹമാണ് ഈശ്വരീയ ജീവിതത്തിലെ ബാബയുടെ മക്കളുടെ ജീവിതത്തിൻ്റെ വിശേഷ ആധാരം. ബ്രാഹ്മണ ജീവിതത്തിൻ്റെ പ്രാണനാണ്. നമ്മുടെ ജീവശ്വാസം ബാബ നൽകുന്ന സ്നേഹമാണ്. അഗർ ബ്രാഹ്മൺ ജീവൻ മേ, ഒരു പക്ഷേ ഈ ആധ്യാത്മിക ജീവിതത്തിൽ ഭഗവാന്റെ സ്നേഹം അനുഭവിക്കുന്നത് കുറവാണെങ്കിൽ ബാബ പറയണ, നിങ്ങൾക്ക് ജീവിതത്തിൽ രസം ഉണ്ടാകില്ല. പരമാത്മ സ്നേഹം ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ ജീവിതം ഡ്രൈ ആയിട്ട് തോന്നും, വരണ്ടതായിട്ട് ഫീൽ ചെയ്യും. നമ്മുടെ ജീവിതത്തെ പച്ചപ്പുള്ളതാക്കി നിലനിർത്തുന്നത് ബാബ നൽകുന്ന സ്നേഹത്തിൻ്റെ ഫീലിംഗ് നമുക്കുണ്ടാക്കുക എന്നുള്ളതാണ്. ഫീൽ ചെയ്യാൻ പറ്റണം ഗോഡ്സ് ലവ്. മനുഷ്യ സ്നേഹം നമ്മൾ ഫീൽ ചെയ്തതാണ്, കൊടുക്കും വാങ്ങും ചെയ്തതാണ്. പക്ഷെ പരമാത്മ സ്നേഹം ഫീൽ ചെയ്യാൻ തുടങ്ങുമ്പോഴേ ബാബ പറഞ്ഞ ജീവിതത്തിൽ എപ്പോഴും ആനന്ദമുണ്ടാക്കുന്നു. പരമാത്മ പ്യാർ ഹി ജീവൻ മേ. പരമാത്മ സ്നേഹം തന്നെയാണ് ജീവിതത്തിൽ സദാ കൂടെ ഉണ്ടാവുക. ബാക്കി ഏത് മനുഷ്യനും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, നിങ്ങൾ എൻ്റെയാ ഞാൻ നിങ്ങളുടെയാ എന്നൊക്കെ പറയാൻ വേണ്ടി എല്ലാവരും പറയും. പക്ഷേ ബാബ പറയണേ, എവർ സദാ നമ്മളോടൊപ്പം ഉണ്ടാകുന്ന സ്നേഹം ഈശ്വരീയ സ്നേഹം മാത്രമാണ്. और साथी भी बन
പിന്നെ ബാബ വെറുതെ പറയുന്നത് മാത്രമല്ല, പരമാത്മ സ്നേഹം കൂടെ ഉണ്ടാകുകയും ചെയ്യും. ബാബ കൂട്ടുകാരനെ പോലെ സഹയോഗം തരികയും ചെയ്യും, ഫ്രണ്ടിനെ പോലെ. ഗോഡ് ദ കമ്പാനിയൻ അല്ലെ, ഗോഡ്സ് കമ്പനി ആൻഡ് ഗോഡ് ദ കമ്പാനിയൻ. ഭഗവാന്റെ കമ്പനിയിൽ ബാബയെ സഹയോഗിയാക്കി ബാബയുടെ കൂട്ടുകെട്ടിൽ നമുക്ക് ജീവിക്കാൻ പറ്റുക. ബാബ പറഞ്ഞു ഇതൊരു ബാബയ്ക്ക് മാത്രമേ ഓഫർ ചെയ്യാൻ പറ്റൂ, മറ്റൊരു മനുഷ്യന് സദാ കമ്പനി ഓഫർ ചെയ്യാൻ പറ്റില്ല. മനുഷ്യൻ്റെതായ ലിമിറ്റേഷനുണ്ട്. ജഹാം പ്യാർ ഹേ, എവിടെ സ്നേഹമുണ്ടോ, ജഹാ സാത്ത് ഹേ, എവിടെ കമ്പനി ഉണ്ടോ, സ്നേഹവും കൂട്ടുകെട്ടും ഉണ്ടെങ്കിൽ വഹാ സബ് കുച്ച്, അവിടെയെല്ലാം വളരെ സഹജവും സരളവുമായി തീരും. ഭഗവാന്റെ കൂട്ടുകെട്ടും ഭഗവാന്റെ സ്നേഹവും ആർക്ക് കിട്ടുന്നു, അവർക്കെല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ സഹജവും സരളവുമാകും. കഷ്ടപ്പാട് അനുഭവപ്പെടില്ല. കഷ്ടപ്പെട്ട് ജീവിക്കുന്നുവെന്ന് തോന്നില്ല. ऐसा അനുഭവ ഹേ ബാബച്ചിക്ക് ഇങ്ങനെയുള്ള അനുഭവം ഇല്ലേ നിങ്ങൾക്ക്? ബാബയെ കിട്ടിയത് മുതൽ ബാബയെ കൂട്ടുകാരനായും അല്ലെ ഭഗവാന്റെ സ്നേഹവും കൂട്ടുകെട്ടും കിട്ടിയത് മുതൽ ബാബച്ചിക്കിന് നിങ്ങൾക്ക് ഈ അനുഭവം ഇല്ലേ? എല്ലാ കാര്യങ്ങളും സഹജമായി നടക്കുന്നു, സരളമായി നടക്കുന്നു. പരമാത്മ പ്യാരേ കൊയ് ബി വ്യക്തി വ സാധനോങ്കി. അടുത്തത്, പരമാത്മ സ്നേഹം അനുഭവിക്കുന്ന കുട്ടികൾ ഏതെങ്കിലും വ്യക്തി അഥവാ സാധനങ്ങളുടെ ആകർഷണത്തിൽ ഒരിക്കലും കുടുങ്ങുകയില്ല. വ്യക്തിയുടെ ആകർഷണത്തിലും കുടുങ്ങില്ല, വസ്തുക്കളുടെ ആകർഷണത്തിലും കുടുങ്ങില്ല. ക്യോങ്കി പരമാത്മ പ്യാർ, എന്തുകൊണ്ടെന്നാൽ പരമാത്മ സ്നേഹം നൽകുന്ന ആകർഷണം, ബാബ പറയണേ, ആ ആകർഷണത്തിൽ ലവലീനമായി ജീവിക്കുന്നത് കാരണം जिनको लोगों ने परमात्मा में लीन होना समझ लिया है. ബാബ പറയുന്ന അവർ ഈശ്വരീയ സ്നേഹത്തിൽ മുഴുകിയായിരിക്കും ജീവിക്കുന്നത്. ലവ് ലീൻ, സ്നേഹത്തിൽ അലിഞ്ഞ ജീവിതമായതുകൊണ്ട് ഭഗവത് സ്നേഹത്തിൽ അലിഞ്ഞവര് ഏതെങ്കിലും വസ്തു വ്യക്തി വൈഭവങ്ങളുടെ ആകർഷണത്തിൽ ഒരിക്കലും ആകർഷിക്കപ്പെടില്ല. പരമാത്മ ലീൻ നഹീ ഹോത്താ ലേക്കിൻ പരമാത്മ പ്യാർ മേ, ഈശ്വരനിൽ അലിഞ്ഞു ചേരുക അർത്ഥം എന്താണ്? ഈശ്വരനിൽ ചേർന്ന് ഇല്ലാണ്ടാകുക എന്നുള്ളതല്ല, പരമാത്മ സ്നേഹത്തിൽ അലിയുക. ഇതിനെയാണ് പിന്നീട് ആൾക്കാർ എന്ത് പറയാൻ തുടങ്ങി? ഈശ്വരനിൽ പോയി അലിഞ്ഞു ചേരും, ഇല്ലാണ്ടാക്കും ആത്മാവ്. പരമാത്മാവിൽ അലിഞ്ഞ് ഭാവപരണ പരമാത്മ സ്നേഹത്തിലാണ് അലിയുന്നത്. ബാധ്യത ചാരോ ഓർ കെ ബച്ചോं को देखते हैं. ഭഗവാൻ തൻ്റെ നാനാഭാഗത്തുമുള്ള മക്കളെ കാണുകയായിരുന്നു. എല്ലാവരും പരമാത്മ സ്നേഹികളാണ്, പക്ഷേ സ്നേഹം രണ്ട് തരത്തിലാണ്. ഏതൊക്കെ? ഒന്ന് സ്നേഹി കുട്ടികൾ, രണ്ട് സ്നേഹത്തിൽ മുഴുകിയ കുട്ടികൾ, സ്നേഹത്തിൽ അലിഞ്ഞു ജീവിക്കുന്നവർ. ഒന്ന് സ്നേഹികളും മറ്റൊന്ന് സ്നേഹത്തിൽ അലിഞ്ഞു ജീവിക്കുന്നവരും. അപ്നെ ആപ്സി പൂച്ഛേ, ബാബ പറയണ നിങ്ങളുടെ ഉള്ളിൽ കൈവച്ച് നോക്കൂ. പറയാം ബാബ, ആത്മാവായ ഞാൻ സ്നേഹിയാണോ, സ്നേഹത്തിൽ അലിഞ്ഞ കുട്ടിയാണോ? സ്നേഹിയാണോ, സ്നേഹത്തിൽ അലിഞ്ഞ ജീവിതമാണോ? ലവ്ലീൻ ബച്ചൂങ്കി നിശാനി, പരമാത്മ സ്നേഹത്തിൽ മുഴുകിയാണ് എൻ്റെ ജീവിതമെങ്കിൽ ബാബ പറയണേ, സദാ ഞാൻ എൻ്റെ തെളിവ് പറയാം ബാബ. എന്താണ് പ്രമാണം? പ്രമാണം എന്താണ്? ബാബ പറയണേ, പരമാത്മ സ്നേഹത്തിൽ അലിഞ്ഞ ജീവിതമാണ് നിങ്ങളുടേതെങ്കിൽ പരമാത്മ ആജ്ഞകൾ നിങ്ങൾ സഹജമായി പാലിക്കും. എന്ത് ഭഗവാൻ ഡയറക്ഷൻ തരുന്നോ ബാബന്, ബാബയുടെ ശ്രീമതം പാലിക്കുന്നത് നിങ്ങൾക്ക് സഹജമാകും. അതാണ് ലവ്ലീനായ മക്കളുടെ അടയാളം. നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ കൈവച്ച് നോക്കണം. ഈ ബാബയുടെ അടുത്ത് വന്നിട്ട് ബാബയുടെ ഓരോ ശ്രീമതവും അല്ലെ സഹജമായി പാലിക്കാൻ കഴിഞ്ഞു അല്ലെ, അതോ കഷ്ടപ്പെട്ട് ചെയ്യാണോ, ബുദ്ധിമുട്ടി ചെയ്യാണോ, അതോ ഇപ്പോഴും എനിക്ക് പാലിക്കാൻ പറ്റുന്നില്ലേ? ഫർമാൻ മീ ഭി രേത്തെ ഓർ ദേഭാൻ സെ കുർബാൻ ഭി രേത്തെ. സ്നേഹത്തിൽ അലിഞ്ഞ കുട്ടികൾ ഭഗവാന്റെ ആജ്ഞയനുസരിച്ചും ജീവിക്കും. ബാബ പറയണ അവർ ദേഹബോധത്തെ ഭഗവാന് മുന്നിൽ സമർപ്പിക്കുകയും ചെയ്യും.
ഭഗവാനിൽ അലിയുമ്പോൾ ദേഹബോധം സമർപ്പിക്കപ്പെടും. ക്യോങ്കി പ്യാർമേം, എന്തുകൊണ്ടെന്നാൽ ആരോട് സ്നേഹമുണ്ടോ അവർക്ക് മുന്നിൽ സമർപ്പണത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. സ്നേഹിയുടെ മുന്നിൽ അർപ്പണം, സറണ്ടറിങ് ഒരു പ്രയാസമുള്ള കാര്യമാകില്ല. സബ്സെ പെഹ്ല ഫർമാൻ, ബാബയുടെ ആദ്യത്തെ ആജ്ഞ എന്താണ്? ബാബ പറയണ സ്നേഹത്തിൽ അലിഞ്ഞ കുട്ടികളാണെങ്കിൽ ആദ്യത്തെ ആജ്ഞ ഏതാദ്യത്തെ ആജ്ഞ? ഏതാദ്യത്തെ ആജ്ഞ? യോഗി ഭവ പവിത്ര ഭവ. അതെല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾ പണ്ഡോഭവന്റെ എൻട്രൻസിലേക്ക് ഗേറ്റിൽ നോക്കുമ്പോൾ അതാണ് എഴുതി വെച്ചിരിക്കുന്നത്. യോഗി ഭവ പവിത്ര ഭവ. ഇതാണ് ഈശ്വരൻ്റെ ആദ്യത്തെ ആജ്ഞ. യോഗി ജീവിതം ജീവിക്കും. ഒരാജ്ഞ അല്ലെ, ഭഗവാൻ എന്താ പറയണ? ഒരു യോഗ്യമായ ജീവിതം ജീവിക്കും, പവിത്രമായ ജീവിതം ജീവിക്കും, ഭഗവാനുമായി യോഗം വെച്ച് ജീവിക്കും. ആത്മബോധത്തില് പരമാത്മാവിൻ്റെ കുട്ടിയാണെന്ന ബോധത്തില് സോൾ കോൺഷ്യസ് ലിവിങ്ങിൽ ജീവിക്കും. അതാണ് ഈശ്വരൻ്റെ ആദ്യത്തെ ആജ്ഞ, ആദ്യത്തെ പകുതി. അടുത്ത പകുതി എന്താണ്? സോൾ കോൺഷ്യസ് ലിവിങ്ങിൽ പിന്നെന്താവും? സോൾ കോൺഷ്യസും ഗോഡ് കോൺഷ്യസും വന്ന ജീവിതം പവിത്രമായി മാറും. മനസ്സ വാച കർമ്മണ പ്യൂരിറ്റി നമ്മുടെ ജീവിതത്തിൻ്റെ സ്വാഭാവിക സ്വഭാവമായി മാറും. ബാബ കാ ബച്ചോं से प्यार होने के कारण, അച്ഛന് മക്കളോട് സ്നേഹമുള്ളത് കാരണം കുട്ടികൾ കഷ്ടപ്പെടുന്നത് കാണാൻ ബാബയ്ക്ക് കഴിയില്ല. അറിയാം അച്ഛന് 63 ജന്മം എൻ്റെ മക്കൾ വളരെയധികം കഷ്ടപ്പെട്ടവരാണ്. ഇത് നിങ്ങളുടെ അലൗകിക ജന്മമാണ്. ഈ ജന്മത്തിലും നിങ്ങളിനി അവൻ എൻ്റെ മടിയിൽ വന്നിട്ട് നിങ്ങൾ ഇനി കഷ്ടപ്പെടുന്നത് കാണാൻ ബാബയ്ക്ക് സഹിക്കില്ല. അതുകൊണ്ട് ബാബയുടെ മടിയിൽ ജന്മമെടുത്ത ഈ അലൗകിക ജന്മത്തിൽ അതീന്ദ്രിയ സുഖക്ക് മൗസ് ബനാനെ കാ ഹെ. എങ്ങനെ ജീവിക്കണം? അതീന്ദ്രിയ സുഖത്തിൻ്റെ ആനന്ദത്തിൽ എൻ്റെ മക്കൾ ജീവിക്കുന്നത് കാണാനാണ് അച്ഛൻ ആഗ്രഹിക്കണം. ബാബയുടെ ആശയം എന്താണ്? ഒരു BK എന്ന നിലയിൽ നമ്മുടെ എല്ലാവരും ഇപ്പം നമ്മുടെ എല്ലാ സെൻസസ് എടുത്തുകൊണ്ടിരിക്കുകയല്ലേ. എത്ര BKs എല്ലാവരുടെ ഉണ്ട്, എത്ര പേര് റെഗുലർ മുരളി കേൾക്കണവരുണ്ട്. അപ്പം BK സെൻസസ് എടുത്തുകൊണ്ടിരിക്കുക. അപ്പം ബാബയുടെ മടിയിൽ നമ്മളൊരു BK ആയിട്ട് ജീവിക്കുന്ന അർത്ഥം ബാപ്പന് നിങ്ങളുടെ ജീവിതം ത്രൂ ഔട്ട് എങ്ങനെ കാണാൻ ആഗ്രഹിക്കണം ബാബ? ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ ആത്മീയ സുഖത്തില്, പരമാത്മ സുഖത്തില് നമ്മളെ മക്കള് ജീവിക്കുന്നത് കാണാം. അതുവരയ്ക്കും നമ്മൾ ഇന്ദ്രിയ ഭോഗങ്ങളിൽ ജീവിച്ചവരാണ്, ഇന്ദ്രിയ സുഖങ്ങളിൽ ജീവിച്ചതാണ്. കാണുന്നതിലും കേൾക്കുന്നതിലും കഴിക്കുന്നതിലും കുടിക്കുന്നതിലും തൊടുന്നതിലും പിടിക്കുന്നതിലും നമ്മൾ ആനന്ദം കണ്ടവരാണ്. പക്ഷേ ഈശ്വരൻ്റെ ആജ്ഞ അനുസരിച്ചുള്ള ജീവിതം ജീവിക്കാൻ തുടങ്ങിയപ്പോൾ എന്തായി? ആത്മസുഖം, അതീന്ദ്രിയ സുഖം, പരമാത്മസുഖം എന്താണെന്ന് അനുഭവിച്ച് ജീവിക്കുന്നവർ. അപ്പൊ ബാബ പറയണേ തും മൗജ് ബനാരേ ഹോ, ഈശ്വരി ആനന്ദം ആഘോഷിക്കുകയല്ലേ ചോദിക്കുക ബാബ. ജീവിതം ബാബ പറയണേ ഇപ്പൊ ഒരു സെലിബ്രേഷൻ ആയില്ലേ ചോദിക്കുക ബാബ. ലൈഫ് ഈസ് എ സെലിബ്രേഷൻ. ബാബ പറയണ ജീവിതം ഒരു ആഘോഷമായി, ആനന്ദത്തിന്റെ ആഘോഷം. ഇപ്പൊ ആഘോഷമൊക്കെ ആനന്ദിക്കാൻ വേണ്ടി അല്ലേ സെലിബ്രേഷൻ. ബാബ പറയണ നിങ്ങളുടെ ജീവിതം ആനന്ദത്തിന്റെ സെലിബ്രേഷൻ ആയിരിക്കണം ജീവിതം, അല്ലാതെ ആനന്ദിക്കാൻ വേണ്ടി ഒരു ആഘോഷമല്ല പറയാം ബാബ. ആനന്ദം കൊണ്ടുള്ള ആഘോഷം. വ്യത്യാസം എത്രയാ നോക്കൂ. ഇന്ന് ആനന്ദിക്കാൻ വേണ്ടി എത്ര ആഘോഷങ്ങളെ സംഘടിപ്പിക്കണം. എന്നിട്ട് ആഘോഷങ്ങളുടെ സംഘാടനത്തിലും ആഘോഷത്തിനിടയിലും എല്ലാം തല്ലിപ്പിരിയും, ബഹളം ഉണ്ടാക്കും അല്ലേ. കഷ്ടവും കരച്ചിലും അടിപിടിയും കടിപിടിയും അല്ലെ കള്ളൂടിയും എല്ലാം ഉണ്ടാവും. ബാബ പറയണേ പ്യാർ മേ ഫർമാൻ പർ ചലന മെഹനത് നഹി ലഗ്തി. എന്താ ബാബ പറഞ്ഞു വരണേ? ഈശ്വരീയ സ്നേഹത്തിൽ ജീവിതം ജീവിക്കാൻ തുടങ്ങുമ്പോൾ ബാബ പറയണേ ഭഗവാന്റെ ആജ്ഞകൾ അനുസരിച്ച് ജീവിക്കുന്നത് നിങ്ങൾക്കൊരു കഷ്ടപ്പാടാവില്ല. അഥവാ ഇപ്പോഴും നിങ്ങൾക്ക് ബാബ പറയണ ശ്രീമതപ്രകാരം ജീവിക്കുന്നത് ഒരു കഷ്ടപ്പാടായി തോന്നുന്നുവെങ്കിൽ എന്താ പറയണ ബാബ? പ്യാർ കി പെർസെൻറ്റേജ് കം ഹേ. ബാബയോടുള്ള സ്നേഹം നിങ്ങൾക്ക് ശതമാനത്തിൽ കുറവാണ്. കഹന്ന കഹം പ്യാർമേ, എവിടെയോ സ്നേഹത്തിൽ കുറച്ച് ലീക്കേജ് ഉണ്ട്. സ്നേഹത്തിൽ എവിടെയോ ലീക്കേജ് ഉണ്ട്. ബാബ പറയണ ദോ ബാത്തോങ്കി ലീക്കേജ്. ബാബ പറയണ ബാബയോടുള്ള സ്നേഹത്തിൽ കുറവുണ്ടാക്കുന്നത് 2
ഓട്ടകളാണ്, 2 സുഷിരം. ഏതാണ്? ലീക്കേജിൻ്റെ 2 കാരണം പറയാം ബാബ. ഒന്ന്, ഓർമ്മയുണ്ടോ ബാബ പറഞ്ഞത്? മുരളി കേട്ടിട്ട് 3-4 ദിവസമല്ലേ ആയല്ലോ. എന്താ പറഞ്ഞ ബാബ? വെരി ഗുഡ്, വെരി ഗുഡ്. ഒന്ന്, एक पुराने संसार की आकर्षण, दूसरा പുരാനെ സംസ്കാർ കി ആകർഷൺ. ഒന്ന് പഴയ ലോകത്തിൻ്റെ ആകർഷണം, രണ്ടാമത്തത് പഴയ സംസ്കാരത്തിൻ്റെ ആകർഷണം. പഴയ ലോകം അർത്ഥം അതിൽ 2 കാര്യം വരും. ഏതൊക്കെ പറഞ്ഞ ബാബ? പഴയ ലോകം എന്ന് പറയുമ്പോൾ ഒന്ന് ലോകത്തിലുള്ളതൊന്ന് സംബന്ധങ്ങൾ, മറ്റൊന്ന് വസ്തുക്കൾ. 2 കാര്യമാണ്. ഒന്ന് മനുഷ്യർ, മറ്റൊന്ന് സാധനം. 2 എണ്ണമാണ് നമ്മളെ ആകർഷിക്കണം. പഴയ ലോകത്തിൻ്റെ ആകർഷണം അർത്ഥം ലോകത്തിലെ ബന്ധങ്ങൾ, റിലേഷൻഷിപ്പ്, ദേഹധാരികൾ, മറ്റൊന്ന് പദാർത്ഥങ്ങൾ. ഇത് 2ഉം വരും. രണ്ടാമത്തതാണ് പഴയ സംസ്കാരത്തിൻ്റെ ആകർഷണം. പുരാന സംസാർ ഓർ പുരാനെ സംസ്കാർ, പഴയ ലോകം, പഴയ സംസ്കാരം. ഇത് 2ഉം നിങ്ങളെ വലിച്ച് ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പരമാത്മ സ്നേഹത്തിൽ പെർസെൻറ്റേജ് കുറയുന്നത്. എന്നോടുള്ള സ്നേഹം കുറയുന്നുവെങ്കിൽ ബാബന് ലൗലീനമാകാൻ പറ്റാത്തതിൻ്റെ കാരണം നമ്മൾ എവിടെ പോയി ലീനമായിരിക്കുകയാണ്? വസ്തുവിലോ വ്യക്തിയിലോ. അല്ലെങ്കിൽ ബാബ പറയണ നിങ്ങൾ തന്നെ നിങ്ങളുടെ പഴയ സംസ്കാരത്തിലോ കെട്ടപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് ഭഗവാന്റെ അടുത്ത് അലിഞ്ഞു ചേരാൻ പറ്റാത്തത്. കണ്ടുപിടിക്കാൻ പറയണം ബാബ. അപ്പം എന്താ ഈ ഹോംവർക്ക്? ലീക്കേജിൻ്റെ 2 കാരണവും ആ കാരണം കണ്ടുപിടിക്കാൻ പറയാം ബാബ. എൻ്റെ ഉള്ളിൽ ഏതാ കിടക്കണേ? तो इन दोनों लीकेज से मुक्त है. ചെക്ക് ചെയ്യാൻ പറയാം ബാബ. ഈ 2 ലീക്കേജിൽ നിന്ന് ഞാൻ ലിബറേറ്റഡ് ആണ്, മുക്തമാണ്, രക്ഷപ്പെട്ടിട്ടുണ്ടോ? യാദ് കറും ബാബന്. നിങ്ങൾ തന്നെ നിങ്ങളെ പരിശോധിച്ചിട്ട് ബാബ പറയണേ ഓർമ്മിച്ച് നോക്കൂ പറയാം ബാബ. ചെക്ക് ചെയ്ത് നോക്കൂ. ആ പാത്മക്ക് ബാബ പറയണേ നിങ്ങൾ എന്നിട്ട് ബാബ പറയണേ ചെക്ക് ചെയ്തിട്ട് ചേഞ്ചിന് വേണ്ടിയിട്ട് അടുത്ത് ബാബ നിവാരണം തരികയാണ്. കാരണം കണ്ടുപിടിച്ചിട്ട് മാറ്റാനുള്ള ശ്രീമതം. എന്താ മാറ്റാൻ വേണ്ടി? പരിവർത്തനത്തിനുള്ള ബാബയുടെ ഡയറക്ഷൻ. ബാബനെ സ്മരിക്കൂ പറയാ ബാബ. ഈ 2 ഓട്ടകളും അടയ്ക്കണമെങ്കിൽ എന്തോർമ്മിക്കണം? ആ പാത്മക്ക് അനാദി സംസ്കാർ ഓർ ആദി സംസ്കാർ ക്യാ ഥേ. ബാബജിക്ക് ആത്മാവായ താങ്കളുടെ അനാദി സംസ്കാരം, അനാദി എന്ന് പറഞ്ഞ എറ്റേണലായിട്ട് നമ്മൾ പരമാത്മാവിനോടൊപ്പം വീട്ടിലിരുന്നപ്പോഴത്തെ എൻ്റെ സംസ്കാരം എന്തായിരുന്നു? ഭഗവാന്റെ അടുത്തിരുന്നപ്പോൾ. അതിനുശേഷം ആദികാലം എന്ന് പറഞ്ഞ സത്യുഗ ത്രൈതായിക കാലഘട്ടം. ഈ സൃഷ്ടിയിൽ വന്ന് നമ്മൾ ശരീരം എടുത്തപ്പോൾ ദൈവിക ജന്മങ്ങളിലെ നമ്മുടെ ദൈവിക സംസ്കൃതി. ബാബ പറഞ്ഞ ഈ 2 സമയം ആദികാല സംസ്കാരം ഓർ അന്ത് തക് അവസാനം. മൂന്നാമത്തത് ബാബ പറയണേ അവസാന ജന്മം. ഏതാണ് അവസാന ജന്മം? ബ്രാഹ്മണ ജീവിതത്തിൽ ഈ ഈശ്വരീയ ജന്മത്തിൻ്റെ സംസ്കാരം. ഇപ്പൊ വീണ്ടും ബാബ എന്ത് ചെയ്യാണ്? നമ്മളെ അതേ ദൈവിക സംസ്കാരത്തിലേക്ക്, ആദി സംസ്കാരത്തിൻ്റെ സ്മൃതി ഉണർത്തി തരാം. അപ്പൊ ബാബ പറയണ ഈ 3 കാലഘട്ടം ഒന്ന് സ്മരിക്കൂ പറയാ ബാബ. അനാദി, ആദി, അന്തിമ ബ്രാഹ്മണ ജന്മ സംസ്കാരം. ഇത് മൂന്നും ശ്രേഷ്ഠ സംസ്കാരമാണ്. ഇത് 3ഉം ശ്രേഷ്ഠ സംസ്കാരമാണ്. പുരാനെ സംസ്കാർ. ബാക്കി ബാബ പറയണേ ഇപ്പോൾ കലിയുഗ സമയത്ത് നിങ്ങളിൽ കാണപ്പെട്ടത് ബാബ പറഞ്ഞ മധ്യ കാലഘട്ടത്തിൽ കയറിക്കൂടിയ രാവണ സംസ്കാരമാണ്. അത് അനാദിയുമല്ല, ആദിയുമല്ല, അന്ത്യത്തിലേതുമല്ല. ബാബ പറയണേ ഇത് അവസാനത്തെ അല്ല. ലേക്കിൻ സഭി ക ലക്ഷ്യ ക്യാ ഹേ. പക്ഷെ നിങ്ങളുടെ എല്ലാവരുടെയും ലക്ഷ്യം എന്തായിരിക്കണം? കിസി ഭീ ബച്ചേ സെ പൂछो. ഏത് കുട്ടിയോട് ചോദിച്ചാലും ഏക് ഹി ഉത്തർ ദേത്താ ഹെ. മക്കളെല്ലാവരും ഒരേ ഉത്തരമാണ് തരുന്നത്. എന്താ പറയുക? നമ്മളെല്ലാം ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും ബാബയോട്? ബാബയ്ക്ക് സമാനമാകണം. ബാബനെ എല്ലാവരും ഒറ്റ വാക്കാ പറയാ. ഇതല്ലേ? കൈ ഉയർത്താൻ പറഞ്ഞാലും നിങ്ങളെല്ലാം പറയും ബാബ എനിക്ക് ബാബ് സമാനാകണം. ലക്ഷ്യം ഇതല്ലേ? ഉറപ്പല്ലേ? ബ്രഹ്മ ബാബയെ പോലെ ആകണം. ഇടയ്ക്കിടയ്ക്ക് ലക്ഷ്യം മാറുന്നില്ലല്ലോ. ബാബ ബച്ചോं से पूछते हैं. ബാബ മക്കളോട് ചോദിക്കുകയാണ്. എന്താ ചോദിക്കണ മക്കളോട്? ബാപ്പ് ഓർ ദാദാ ദോനോं के समान. ബാബനെ ഒന്ന് ശിവ ബാബ അച്ഛൻ
രണ്ടാമത്തത് ബ്രഹ്മബാബ. രണ്ടുപേരേക്കും സമാനമാണോ താങ്കളുടെ സംസ്കാരം? ഭഗവാനും ബ്രഹ്മബാബയ്ക്കും സമാനമാണോ? അവ പറയണേ ദോനുങ്കെ സമാൻ. ഈ രണ്ടുപേർക്കും സമാനമായ സംസ്കാരങ്ങൾ എന്തൊക്കെയാണ്? ബാബ പറയണേ ബാബ സദാ ബാബ് ഹർ ആത്മാ കെ പ്രതി ഉദാര ചിത്തരഹേ. രണ്ടച്ഛന്മാരുടെ സംസ്കാരം പറയാണ് ബാബ. ശിവബാബയും ബ്രഹ്മബാബയും സൃഷ്ടിയിലെ ഓരോരോ ആത്മാക്കളെ പ്രതിയും ഉദാര മനസ്കരാണ്, ഉദാര ചിത്തം. ബാബ പറയണി താങ്കൾ നോക്കൂ. ബാബയ്ക്ക് സമാനം എന്ന് പറഞ്ഞ ബാബ പറയണ താങ്കൾ നോക്കൂ, താങ്കൾക്ക് ഈ സൃഷ്ടിയിലെ സർവാത്മാക്കളെ പ്രതിയും ഉദാര മനസ്കതയുണ്ടോ? ഹരാത്മാക്കെ പ്രതി. അടുത്തത് പറയണം ബാബ ഓരോ ആത്മാവിനെ പ്രതിയും ബാബയ്ക്ക് സ്നേഹവും അതേപോലെ ബഹുമാനവുമായി. ഓരോ ആത്മാവിനോടും സ്നേഹവും ബഹുമാനവുമാണ്, പിന്നെയോ സഹയോഗിയുമാണ്. സ്നേഹം ബഹുമാനം കാരണം ഓരോ ആത്മാവിനും പരമാത്മ സഹയോഗിയാണ്. ഐസേ സ്വയം ഭീ. അതേപോലെ ബാബ പറയണ നിങ്ങൾ നോക്കൂ, अपने को हर आत्मा के प्रति सहयोगी അനുഭവ करते हो. നിങ്ങളും ബാബ ചോദിക്കണ ഈ സൃഷ്ടിയിലെ ഓരോ ആത്മാവിനോടും സ്നേഹത്തോടുകൂടി ആരെങ്ങനെയുള്ളവരാണെങ്കിലും ഈശ്വരൻ സർവരുടെയും സ്നേഹിയും സഹയോഗിയും ആയിരിക്കുന്നത് പോലെ ബാബ ചോദിക്കണ നിങ്ങൾക്ക് എല്ലാവരോടും സ്നേഹവും എല്ലാവർക്കും നിങ്ങൾ സഹയോഗിയുമാണോ? അടുത്ത ഹോംവർക്ക്. ആദ്യ ഫസ്റ്റ് ഏതാ പറഞ്ഞേ? ഉദാരചിത്തൻ. ഉദാരചിത്തത കാരണം ബാബയ്ക്ക് സർവരോടും സ്നേഹമാണ്, സ്നേഹം കാരണം സർവരോടും അല്ലെ സർവർക്കും സഹയോഗിയാണ്. സഹयोग ദേ തോ. അതോ ബാബ ചോദിക്കണേ എനിക്ക് സഹയോഗം തരുന്നവർക്ക് ഞാനും സഹയോഗി. അങ്ങനെയല്ലല്ലോ താങ്കൾ. താങ്കൾക്ക് സഹയോഗം തരുന്നവർക്ക് മാത്രമാണോ താങ്കൾ സഹയോഗം കൊടുക്കണേ ചോദിക്കുക ബാബ. അപ്പൊ ഇങ്ങനെ ബാബ് സമ്മാൻ എന്ന് പറയും, സ്നേഹ ദേ തോ സ്നേഹി ബനെ. എനിക്ക് സ്നേഹം തന്നാൽ ഞാനും സ്നേഹം കൊടുക്കും. അങ്ങനെയല്ലല്ലോ. ജെസെ ബ്രഹ്മ ബാബ. ബാബ പറയണേ ഭഗവാൻ മാത്രമല്ല, ബ്രഹ്മ ബാബയും ബാബ പറയണേ ഈ വിശേഷതകളാൽ സമ്പന്നായിരുന്നു. ബ്രഹ്മ ബാബ ഓരോ ആത്മാവിനെ പ്രതിയും സഹയോഗിയും സ്നേഹിയുമായിരുന്നു. സർവാത്മാക്കളെ പ്രതിയും അതേപോലെ താങ്കളും സദാ സ്നേഹിയും സഹയോഗിയുമാണ്. അതാണ് ബാബ പറഞ്ഞ സദാ. ആ വാക്കാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. താങ്കൾക്ക് സർവാത്മാക്കളോടും സദാ സ്നേഹവും സർവർക്കും സദാ സഹയോഗം. ഇന്നലെ ബാബ ശ്ലോകൻ അതല്ലേ പറഞ്ഞ സമയത്ത് സഹയോഗം സർവർക്കും കൊടുക്കുക. അപ്പോഴാണ് കോടിമടങ്ങ് ആശീർവാദം പുണ്യം ഉണ്ടാക്കണം. അപ്പൊ ബാബ ചോദിക്കണേ സദാ സ്നേഹിയും സദാ സഹയോഗിയുമാണോ? ഇസ്കോ കഹ ജാത്താ ഹേ സമാൻ ബന്ന. അപ്പൊ എന്ത് പറയാം? ഇതാണ് ബാബയ്ക്ക് സമാന സംസ്കാരം, ഈശ്വരന് സമാന സംസ്കാരം. അപ്പോഴേ ഭഗവാന്റെ മക്കളെന്ന് പറയില്ല. സാധാരണ ലൗകികത്തിൽ പോലും ഒരു കുട്ടിയെ കണ്ടാൽ പറയില്ല അച്ഛനെ പോലെയുണ്ട് അമ്മയെ പോലെയുണ്ട്. അത് മുഖത്തിന്റെ ഷേപ്പിന്റെ നീളം അല്ലെങ്കിൽ വണ്ണം അല്ലെങ്കിൽ നിറം. നമ്മളിവിടെ അച്ഛനാര്? എല്ലാ ആത്മാക്കളുടെയും അച്ഛനും അമ്മയും ശിവബാബ അച്ഛനാണ്, പരമാത്മ മതപിതാവാണ്. അപ്പൊ നമ്മളെ കണ്ടാലും ആരെ പോലെ ഉണ്ടാവണം എന്ന് പറയാ ബാബ? ബാബയെ പോലെ. ഇവിടെ ഫേസിന്റെ അല്ലല്ലോ വാല്യൂ ഏതിനാണ്? ബാബയെ പോലെ അർത്ഥം ബാബ നിരാകാരനാണ്, നമ്മൾ ആത്മാവും നിരാകാരനാണ്. ബാക്കി ബാബയെ പോലെ അർത്ഥം ബാബയെ പോലെ ഗുണങ്ങള്, ബാബയെ പോലെ ശക്തി, നമ്മളുടെ ഫേസ് വാല്യൂ അതാണ്. അപ്പൊ ബാബ പറയണേ സർവരെ പ്രതിയും സദാ സ്നേഹിയും സഹയോഗിയുമാണോ? ഇസ്കോ കഹ ജാത്താ ഹേ. അപ്പൊ എന്ത് പറയാം? സമാനം. അഗർ കൊയ് ബി ബച്ചേ കോ സംസ്കാർ പരിവർത്തൻ കർണേ മേ. അഥവാ നിങ്ങളിൽ ആരെങ്കിലും, ബാബ പറയണേ നിങ്ങൾക്ക് നിങ്ങളുടെ സംസ്കാരം ബാബയുടെ അടുത്ത് വന്നു, ഞാനും കേൾക്കുന്നു, മെഡിറ്റേഷൻ ചെയ്യുന്നു, പക്ഷെ സംസ്കാരങ്ങളിൽ പരിവർത്തനപ്പെടുത്താൻ ഇപ്പോഴും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ ഉസ്കാ കാരണം ക്യാ ഹേ? അഭിഷേകൻ എന്താ കാരണം? എന്താ പരിവർത്തനം ഉണ്ടാകാത്തെ? ബ്രഹ്മ ബാബാനെ അപ്പനെ ഊപ്പർ അറ്റൻഷൻ രഖ. അവന് ബ്രഹ്മ ബാബ കഷ്ടപ്പെട്ടില്ല, പക്ഷെ ബ്രഹ്മ ബാബ അറ്റൻഷൻ വെച്ചു, ശ്രദ്ധ വെച്ചു തൻ്റെ മേൽ.
संस्कार परिवर्तन में मेहनत का कारण है लवली बने लेकिन ലവ്ലി नहीं. അപ്പം തന്നെ കാരണം പറയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് സ്നേഹമുണ്ട്, ഭഗവാനോട് സ്നേഹമുണ്ട്. ബാബ പറയണ പക്ഷെ സംസ്കാരം പരിവർത്തനപ്പെടാത്തതിൻ്റെ കാരണം ലവ്ലീനമാകാത്തതാണ്. സ്നേഹത്തിൽ മുഴുകിയ ജീവിതമല്ല. സ്നേഹമുണ്ട്, എനിക്കും ഭഗവാനോട് സ്നേഹമുണ്ട്, ബാബനതുണ്ട് നിങ്ങൾക്കല്ല. പക്ഷെ സ്നേഹത്തിൽ അലിഞ്ഞ ജീവിതമല്ല. സ്നേഹത്തിൽ മുഴുകി ബാബ പറയണ ജീവിക്കുകയായിരുന്നുവെങ്കിൽ സംസ്കാരം സഹജമായി പരിവർത്തനപ്പെടും. ബാബനതിൻ്റെ പ്രമാണം അതാണ്. ബാബ്ദാദ ഓരോ കുട്ടികളെയും സ്നേഹി എന്ന് മനസ്സിലാക്കുന്നു. അറിയാം ബാബയ്ക്ക്, നിങ്ങൾ ഓരോരുത്തരുടെയും ജാതകം ബാബയ്ക്ക് അറിയാം. എന്നാലും അവൻ നിങ്ങൾ ഓരോരുത്തരുടെയും ജാതകം അറിയാം. എന്നിരുന്നാലും ബാബ എന്ത് പറയും? നിങ്ങളെല്ലാം എൻ്റെ സ്നേഹി കുട്ടിയാണ്, എല്ലാവരും സ്നേഹികളാണ്. ബാബ്ദാദ മക്കളെ എല്ലാവരെയും പഠിപ്പിക്കുന്നത് ഒരേ പാഠം. പാലന ഒന്ന്, വരദാനങ്ങളും എല്ലാവർക്കും ഒരേപോലെ സദാ തരുന്നു. പഠിപ്പ്, പാലന, വരദാനം അവന് ഞാൻ ഒന്ന് തന്നെയാണ് നിങ്ങൾക്കെല്ലാം തരണേ. നിങ്ങൾക്കും അറിയാം, ബാബയ്ക്കും അറിയാം. ലാസ്റ്റ് നമ്പറിലെ കുട്ടിയാണെങ്കിൽ പോലും മാലയിൽ അവൻ അവസാനം വരുന്ന മുത്താണെങ്കിലും ഫിർ ബി ബാബ്ദാദ കിസി ബി ബച്ചേക്ക, അവൻ അവസാനത്തെ കുട്ടിയാണെങ്കിലും ബാബ ഒരിക്കലും ബാബയുടെ സ്പെഷ്യാലിറ്റി എന്താണ്? കിസി കാ അവഗുൺ കംസൂരി സങ്കല്പ് മേ നഹി രഖ്തേ. ബാബ ഒരു ആത്മാവിൻ്റെയും ഒരു അവഗുണവും ഒരു ദുർബലതയും സങ്കല്പത്തിൽ പോലും വയ്ക്കില്ല. അതാണ് ബാബ് സമ്മാൻ ക്വാളിറ്റി. അപ്പോൾ ബാബയെ പോലെ അഗർത്ഥം എന്താ പറഞ്ഞു വരണ? ബാബ ഒരു ഗുണം എന്താ പറഞ്ഞേ? നേരത്തെ എന്ത് പറഞ്ഞു? ബാബ് സമാൻ ഗുണം ഏതാ പറഞ്ഞ ബാബ? ബാബയ്ക്ക് സമാനമാക്കുക അർത്ഥം സർവർക്കും സ്നേഹിയും സഹയോഗിയും. ഇനി അടുത്ത ക്വാളിറ്റി പറയാം ബാബ. ബാബയെ പോലെ ആകുക അർത്ഥം എന്താ? ആരുടെയും അവഗുണമോ ദുർബലതയോ ചിത്തത്തിൽ പോലും വെക്കില്ല, സൂക്ഷിക്കില്ല ബാബ. ബാബയും അങ്ങനെയായിരുന്നു, ബ്രഹ്മബാബയും ആയിരുന്നു. അവന് ബാബ ഏത് അവഗുണമുള്ള കുട്ടിയെയും ബാബ ഏത് കണ്ണിൽ കണ്ടിരുന്നു എന്ന് പറയാം. ബാബ അവഗുണം കാണില്ല എന്ന് മാത്രമല്ല, പിന്നെ ബാബ തൻ്റെ ദൃഷ്ടിയെ എങ്ങനെ പരിവർത്തനപ്പെടുത്തി? മേരാ ലാട്ടില്ല സിഖില്ലത മീഠ മീഠ. ബാബ പറയണേ, ബാബ തൻ്റെ ദൃഷ്ടിയെ നെഗറ്റീവിനെ മാറ്റി പോസിറ്റീവായിട്ട് എങ്ങനെ കണ്ടു? ഇതും എൻ്റെ ഓമന സന്താനമാണ്, ഇതും എനിക്ക് കളഞ്ഞുപോയി തിരികെ കിട്ടിയ കുട്ടിയാണ്, ഈ കുട്ടിയും എൻ്റെ മധുരമധുരമായ കുട്ടിയാണ്. ബാബ പറയണേ, ഏത് അവഗുണമുള്ള കുട്ടിയെ പ്രതിയുമുള്ള ഭഗവാന്റെ ദൃഷ്ടികോൺ ഇപ്രകാരമായി. എൻ്റെ ഓമന സന്താനം സിഖിലതേ കുട്ടി, മീഠ മീഠ കുട്ടി. ഇസി ദൃഷ്ടി ഒരു വൃത്തി സേ അവൻ ഈ കണ്ണില്, ഈ ദൃഷ്ടിയിൽ, വൃത്തിയിൽ ഞാൻ കണ്ട് 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 എന്തായി? അവൻ ഈ ദൃഷ്ടി വൃത്തിയിലൂടെയാണ് ബാബ പറയുന്ന ബാബ നിങ്ങളെ കാണുന്നത്. ആ കാഴ്ച, ബാബയുടെ ആ കാഴ്ചപ്പാട് കാരണമാണ് നമുക്ക് പവർ കിട്ടണം, പരിവർത്തനപ്പെടാൻ. ക്യോങ്കി ബാബ്ദാദ ജാനത്തെ ഹേ. എന്തുകൊണ്ടെന്നാൽ ഭഗവാൻ അറിയാം, ഈ ദൃഷ്ടിയിലൂടെ, ശ്രേഷ്ഠ ദൃഷ്ടി വൃത്തിയിലൂടെ മാത്രമേ ഒരു ദുർബല ആത്മാവിനെയും മഹാവീരനാക്കാനാകും. ഇതാർക്കറിയാം? ഭഗവാൻ ഈ സൈക്കോളജി അറിയാം. ഏത് അവഗുണം നിറഞ്ഞ ദുർബല ആത്മാവിനെയും മഹാവീരനാക്കാം, ശ്രേഷ്ഠനാക്കി മാറ്റാനാകും. ഏത് ദൃഷ്ടിയിലൂടെ? അല്ല, ശുഭദൃഷ്ടികോണിലൂടെ. അപ്പം ഇത് ഈ രഹസ്യം ഭഗവാന്, ഈ സൈക്കോളജി ബാബയ്ക്ക് അറിയുന്നത് കൊണ്ടാണ് ബാബ തൻ്റെ ദൃഷ്ടികോൺ ഏത് അവഗുണം നിറഞ്ഞ ദുർബലത നിറഞ്ഞ ആത്മാവിനെ പ്രതിയും അല്ലെ ബാബ പോസിറ്റീവായിട്ടുള്ള ദൃഷ്ടി വൃത്തി വെച്ച് വെച്ച് ബാബ പറയണേ, ഇവരെയും മഹാവീരനാക്കാൻ, ശ്രേഷ്ഠാത്മാവാക്കാൻ ശുഭദൃഷ്ടികോണിലൂടെ മാത്രമേ കഴിയുള്ളൂ എന്നറിയാവുന്നത് കൊണ്ട് ബാബ തൻ്റെ ദൃഷ്ടിവൃത്തി ലാസ്റ്റ് നമ്പറിലെ ആത്മാവിനെ പ്രതി പോലും ശുഭമാണ് കാത്തു സൂക്ഷിക്കുന്നത്. ക്ലിയർ ആയില്ലേ? നമ്മുടെ മനസ്സിൽ പലപ്പോഴും ചോദ്യം വരില്ലേ, ബാബാ ഇവർക്ക് വേണ്ടി ഞാൻ എത്ര കാലം കൊണ്ട് ശുഭസങ്കല്പം വെച്ചുകൊണ്ടിരിക്കുന്നു, എന്നിട്ടും മാറുന്നില്ലല്ലോ, ഇനി ഞാൻ ഈ ആത്മാവിനെ പ്രതി എന്താ ചെയ്യുക? എത്ര വർഷമായി ബാബ പറയും പോലെ ഞാൻ ചെയ്യുന്നുണ്ടല്ലോ. ബാബ പറഞ്ഞ ഇതേ ഉള്ള ഏകമാത്ര ഉപായം. ആത്മാവ് അങ്ങനെ തന്നെയാണ്.
പക്ഷെ എനിക്ക് ജീവിച്ചിരിക്കുന്നിടത്തോളം ആത്മാവിനെ പ്രതി അല്ല ശുഭം ചിന്തിക്കുക മാത്രമാണ് ഒരേ ഒരു ഉപായം. ऐसे ही अपनी ശ്രേഷ്ഠ വൃത്തി. ബാബ പറയാ ഞാനിതാണ് ചെയ്യണേ. ബാബ പറയണ നിങ്ങൾക്കും ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. തൻ്റെ ശ്രേഷ്ഠ ദൃഷ്ടിവൃത്തിയിലൂടെ, ശുഭഭാവനയിലൂടെ, ശുഭപ്രതീക്ഷയിലൂടെ കിസി ഭി ആത്മാക്ക ഏതൊരാത്മാവിനെയും പരിവർത്തനപ്പെടുത്താൻ കഴിയും മക്കളെ. സമയത്തിൽ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ മാസത്തെ ടാർജറ്റ് എടുത്തല്ലെങ്കിൽ അല്ല ഇത്ര നാൾ ഞാൻ ശുഭം ചിന്തിച്ചു ഒരു മാറിയില്ലല്ലോ അല്ലേ. ബാബ പറയണേ ഏത് ആത്മാവിനും പരിവർത്തനം ഉണ്ടാക്കും. ജബ് ആപ്നെ ചലഞ്ച് കിയാ. ബാബ ചോദിക്കണേ ആത്മാക്കളെ പ്രതി എന്തുകൊണ്ട് നിങ്ങൾക്ക് ശുഭം ചിന്തിച്ചുകൂടാ ചോദിക്കുക ബാബ. നിങ്ങൾ ഈ ലോകത്തോട് എന്താ വെല്ലുവിളിച്ചിരിക്കണേ? പ്രകൃതിയുടെ പോലും പരിവർത്തനം ശുഭചിന്തയിലൂടെ ഉണ്ടാകും, കൊണ്ടുവരും. അപ്പൊ പിന്നെ ആത്മാക്കളുടെ പരിവർത്തനം ബാബച്ചിക്കിനെ ചെയ്യാൻ കഴിയില്ലേ? പ്രകൃതി ജയിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആത്മാവിനെ ബാബ പറയണ ആത്മക്ക് ശ്രേഷ്ഠ ഭാവന സേ, താങ്കൾ ആത്മാവിൽ നിന്ന് ഇനി ഒരു ആത്മാവിലേക്ക് ശ്രേഷ്ഠ ഭാവന, മംഗളകാരി പ്രതീക്ഷ വെച്ച് ബാബനെ പരിവർത്തനപ്പെടുത്താൻ പറ്റില്ലേ? പ്രകൃതിയിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റുന്നുവെങ്കിൽ, ജീവജാലങ്ങൾക്ക് പരിവർത്തനം വരുന്നുവെങ്കിൽ ബാബ പറയണ അവശ്യം മനുഷ്യാത്മാവിലും പരിവർത്തനം ഉണ്ടാക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ബാബ പറയണ ഈ പുതിയ വർഷം 2025 മുഴുവൻ ബ്രാഹ്മണ പരിവാരത്തെ പ്രതി ആദ്യം ബാബ പറയണേ ഈ ഈശ്വരീയ കുടുംബത്തിൽ, കാരണം ഇവിടെ നമുക്ക് വേറെ റിലേഷൻഷിപ്പ് ഒന്നുമില്ല അല്ലേ, ബ്ലഡ് റിലേഷൻ ഇല്ല, ഫ്രണ്ട്സ് അല്ല, സംബന്ധികളല്ല അല്ലേ, ബന്ധങ്ങളൊന്നുമില്ല. പല ഭാഗത്തുനിന്നൊരു കുടുംബത്തിലെ ബാബ കൊണ്ടുവന്നത്. അപ്പൊ ബാബ പറയണേ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ഈ ഈശ്വരീയ കുടുംബത്തില് ഓരോരോ ആത്മാവിനെ പ്രതി ശുഭഭാവന, ശ്രേഷ്ഠമായ പ്രതീക്ഷകളും വെച്ച് ബാബ പറയണ പ്രാക്ടീസ് തുടങ്ങും. സർവാത്മാക്കളെ പ്രതിയും ശുഭാവനയും ശ്രേഷ്ഠമായ പ്രതീക്ഷകളും പുലർത്തും. ഹരേക് ഏക് ദോക്കെ പരിവർത്തൻ കർണേ. അവനെ കാരണം ഇവിടെ എല്ലാവരും എന്തിനാ വന്നിരിക്കണേ? പരിവർത്തനത്തിന്. അപ്പൊ എല്ലാവരും പരിവർത്തനം എന്ന ലക്ഷ്യം വെച്ച് ഇവിടെ വന്നിരിക്കുകയാണ് എൻ്റെ മടിയിൽ. അപ്പൊ അവൻ ഇവിടെ എൻ്റെ മടിത്തട്ടിൽ പരിവർത്തനത്തിനായി വന്നിരിക്കുന്ന മക്കൾക്ക് എല്ലാവർക്കും വേണ്ടി നിങ്ങൾ പരിവർത്തനപ്പെടാനുള്ള ശുഭസങ്കല്പത്തിൻ്റെ ബാബ പറയണേ ശുഭപ്രതീക്ഷകളുടെ സഹയോഗം കൊടുക്കും. കാരണം അവൻ ഇവിടെ ആർക്കും വേറെ ഒന്നുമില്ല ലക്ഷ്യം. ഏകമാത്ര ലക്ഷ്യം എന്താണ്? സ്വപരിവർത്തനം. അതിനാണ് എന്നിരിക്കണേ. അപ്പൊ ബാബ പറയണ നിങ്ങൾ പരസ്പരം ആശീർവാദം കൊടുക്കൂ, സ്വപരിവർത്തനത്തിന് പരസ്പരം ശുഭാവന വയ്ക്കൂ, സഹയോഗിയാകൂ. എത്ര ദുർബലമായ ഒരു ആത്മാവ് ഈ പരിവാരത്തിലുണ്ടെങ്കിലും, അവരുടെ സംസ്കാരം എത്ര വീക്കാണെങ്കിലും ബാബ പറയണേ പക്ഷെ താങ്കൾക്ക് അവരോടും സ്നേഹമുണ്ടാകണം. അവർക്കും സഹയോഗത്തിലൂടെ ശക്തി കൊടുക്കും. എത്ര അവഗുണം കാണപ്പെടുന്നുവെങ്കിലും ആത്മാവിനും പരിവർത്തനം ഉണ്ടാകട്ടെ, പരിവർത്തനപ്പെടും. അവന് പരിവർത്തനത്തിനായുള്ള സ്നേഹവും സഹയോഗവും ശുഭസങ്കല്പവും കൊടുക്കും. ഏക് ദോക്കോ ബാബ പറയണേ ഈ സഹയോഗത്തിനാണ് ആൾക്കാർ കാണുമ്പോൾ പരസ്പരം കയ്യിൽ കൈ കൊടുക്കും, ഹസ്തദാനം ചെയ്ത് മീറ്റ് ചെയ്യുന്നത് പോലെ. അവൻ ഇതെന്തിൻ്റെ അടയാളമാണ്? കയ്യിൽ കൈ കൊടുക്കുക പറഞ്ഞ ബാബ പറഞ്ഞ സഹയോഗം കൊടുക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. എല്ലാവരുടെയും കയ്യിൽ കൈ പിടിച്ചില്ലെങ്കിലും ബാബ പറയണേ എന്ത് ചെയ്യുക? ബാബ പറഞ്ഞ ശുഭഭാവനകളാൽ ശുഭ പ്രതീക്ഷകളാൽ കൈ കൊടുക്കൂ പറയാ ബാബ. സഹയോഗം കൊടുക്കും. പരിവർത്തനത്തിനുള്ള ബാബ പറഞ്ഞ സഹയോഗം, സ്നേഹത്തോടു കൂടി ശുഭഭാവനകളുടെ കൈ കൊടുക്കും, ശുഭപ്രതീക്ഷയുടെ ഹസ്തദാനം ചെയ്യും. ഈ സഹയോഗക്കെ അതുകൊണ്ടാണ് ബാബ എന്താ വെച്ചിരിക്കണേ, ഒരു ബി കെ കാണുമ്പോൾ നമ്മൾ എങ്ങനെ മീറ്റ് ചെയ്യണേ? നമ്മൾ കൈ കൊടുക്കോ, ആലിംഗനം ചെയ്യോ? അല്ലേ, ഇതൊന്നും അല്ലല്ലോ നമ്മുടെ വിധി. ബാബ എന്താ വെച്ചിരിക്കണേ? ദൃഷ്ടി പറഞ്ഞ എന്താ? ശുഭാവന, ശുഭകാമന. ഒരാൾക്ക് ദൃഷ്ടി കൊടുക്കുക അർത്ഥം കണ്ണിൽ നോക്കുക എന്നുള്ളതല്ലല്ലോ. അല്ല, ദൃഷ്ടി ബാബ പറയും ആത്മാവിൽ പതിയട്ടെ. പക്ഷെ ആത്മാവിൽ ദൃഷ്ടി പതിയുമ്പോൾ അകത്തുനിന്ന് എന്താ വരണേ?
അല്ലേ? ഒരാത്മാവിനോട് ഒരു ഓം ശാന്തി പറയുക, അർത്ഥം തന്നെ എന്താ പറയണ ബാബ? ഇനിയിപ്പോൾ ഓം ശാന്തി പറഞ്ഞില്ലെങ്കിലും ദൃഷ്ടിയിലൂടെ എക്സ്ചേഞ്ച് ചെയ്യുന്നത് എന്താണ്? ഭാവം, ഭാവനയാണ്. ബാബ ഈ ആത്മാവും ശാന്തസ്വരൂപാകട്ടെ, ശക്തി സ്വരൂപാകട്ടെ. ഈ ആത്മാവും ബാബയുടെ കുടക്കീഴിൽ സുരക്ഷിതമായിട്ടിരിക്കട്ടെ. ഈ ആത്മാവും ആരോഗ്യത്തോടെ ഇരിക്കട്ടെ, അല്ലെ? സദാ സന്തോഷത്തിലിരിക്കട്ടെ, സദാ സമാധാനത്തോടെ ഇരിക്കട്ടെ. അപ്പം ഇങ്ങനെയുള്ള ശുഭഭാവനകളാണ്. അതുകൊണ്ടാണ് ബാബ പറയുന്നത് ഒരു ബി കെയുമായിട്ട് മീറ്റ് ചെയ്യുമ്പോൾ ആത്മീയ ദൃഷ്ടി, ഇത് മാത്രമാണ് നമ്മുടെ വിധി. ഹസ്തദാനം പോലും ലോകത്തിൽ കൊറോണ വന്നപ്പോൾ ആർക്കെങ്കിലും കൈ കൊടുക്കുമായിരുന്നു? സ്വന്തം മക്കളെ പോലും തൊടില്ലായിരുന്നു ജോലിക്കൊക്കെ പോയിട്ട് വന്ന്. പിന്നല്ലേ, അല്ലേ? അതുപോലും ചെയ്യാൻ പറ്റാത്തൊരു കാലം കൊറോണ നമുക്ക് കാണിച്ചു തന്നു. പക്ഷെ അപ്പോഴും ബാബ എന്താ പറഞ്ഞേ? ബാബ തന്ന ഈ വിധി നമുക്ക് ഏതാത്മാവിനും ദൃഷ്ടിയർത്ഥം. എല്ലാവരും ചോദിക്കും ദൃഷ്ടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, എന്താർത്ഥം? നമുക്ക് ബോഗ് തരുമ്പോൾ ദൃഷ്ടി തരും. നമ്മൾ ദൃഷ്ടി എടുത്തതിൻ്റെ അർത്ഥം എന്താ? ബാബ എനിക്ക് ശക്തി തരികയാണ്, ഭഗവാൻ എനിക്ക് വരദാനം തരികയാണ്. ഏതാത്മാവിൽ നിന്നാണോ നമ്മൾ അമൃതോ ഭോഗോ വാങ്ങുമോ, അല്ലെങ്കിൽ നമ്മളൊരാൾക്ക് കൊടുക്കുമോ, ദൃഷ്ടി കൊടുക്കുക, ദൃഷ്ടി വാങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശുഭസങ്കല്പങ്ങളുടെ കൊടുക്കൽ വാങ്ങലിൻ്റെ പേരാണ് ദൃഷ്ടി കൊടുക്കൽ, ദൃഷ്ടി വാങ്ങൽ. ക്ലിയർ ആയില്ലേ? ഇവിടെ ബാബ വീട്ടിലെ ബാബയുടെ മക്കള് ബാബ വീട്ടിലെന്നല്ല, ഒരു ബി കെയുമായി നമ്മൾ, മറ്റുള്ളവർക്ക് അറിയില്ല ഈ വിധി. ബാബ നമുക്കാണ് ഈ വിധി പഠിപ്പിച്ചു തന്നത്. എന്നാൽ പോലും നമ്മൾ ആത്മീയ ദൃഷ്ടിയുടെ മാർഗം സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ പുറത്തുനിന്ന് വരുന്ന ആത്മാക്കൾ പോലും, പല ആത്മാക്കളും പുറത്തുനിന്നുള്ള ആത്മാക്കളും വരുമ്പോൾ പതുക്കെ അവരും എന്ത് ചെയ്യും? റെഗുലർ ബി കെ അല്ലാത്തവർ പോലും നമ്മളുടെ ഈ ദൃഷ്ടിയുടെ വൈബ്രേഷൻ്റെ മഹത്വം അവർക്ക് ഫീൽ ചെയ്യുമ്പോൾ അവരും പതുക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും? നമ്മുടെ അടുത്ത് നിന്ന് ദൃഷ്ടി എടുക്കാൻ. കാരണം അറിയാം നമ്മൾ സമർപ്പിക്കുന്നത്. അപ്പോൾ ബാബ പറയണേ, ശുഭഭാവനയുടെ ശുഭപ്രതീക്ഷകളുടെ ഹസ്തദാനമാണ് നമുക്ക് ചെയ്യേണ്ടത്. അല്ലാതെ ഈ കയ്യിൽ കൈപിടിക്കുന്ന കാര്യമല്ല പറയാ ബാബ. ഇവിടുന്ന് എനർജിയുടെ എക്സ്ചേഞ്ചാണ്. ഈ സഹയോഗം, സ്നേഹം, ബാബ പറയണേ, ഇത് കൊടുക്കുകയും വാങ്ങുകയും ചെയ്യൂ. ശിക്ഷ നഹീന്തോ സ്നേഹഭര സഹയോഗതോ. ബാബ പറയണേ, ഇപ്പൊ ആർക്കും ബാബന് പാഠങ്ങളൊന്നുമല്ല വേണ്ട. അങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ബാബന് തിരുത്തലുകൾക്കൊന്നും പ്രസക്തിയില്ല. കേൾക്കാനും വയ്യ, കേൾക്കുന്നത് പോലെ ചെയ്യാനും ഉള്ള ശക്തിയൊന്നും ആർക്കും ഇല്ലേ പറയാ ബാബ. തിരുത്തലുകൾ എടുക്കാനുള്ള പവറില്ലേ ആത്മാവില്. അവ പറയണേ, ഇപ്പൊ എന്തേ ചെയ്യാൻ പറ്റൂ? സ്നേഹം കൊടുക്കൂ, സഹയോഗം കൊടുക്കൂ, ബസ്. കാരണം ബാബ പറയണേ, നിങ്ങളൊരു പാഠം, ഒരു തിരുത്തൽ, ഒരു കറക്ഷൻ കൊടുത്താൽ അത് എടുക്കാനും അതുപോലെ ചെയ്യാനും ശക്തി വേണ്ടേ? അതില്ലാത്തവരോട് നിങ്ങൾ തിരുത്തൽ കൊടുത്തിട്ട് എന്താ കാര്യം ചോദിക്കുക ബാബ. സ്നേഹം കൊടുക്കൂ, ശക്തി കൊടുക്കൂ. ഇപ്പൊ പാഠങ്ങളല്ല ആവശ്യം. അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ, ഞാൻ അവരെ ഒരു പാഠം പഠിപ്പിക്കും. പിന്നെ പാഠത്തിനും ഉപദേശത്തിനും ഒന്നും ഇപ്പൊ കാര്യം. ഉപദേശത്തിന്റെ കുറവുകൊണ്ടാണോ ആരെങ്കിലും നന്നാവാത്തതോ അല്ലെങ്കിൽ തെറ്റുകൾ ചെയ്യണം? ഉപദേശിക്കാൻ പോയ കുട്ടികൾ എന്ത് പറയും? ഈ ദേശം മാത്രം ഞങ്ങൾക്ക് ഇഷ്ടമില്ല, ഉപദേശം എന്ന് പറയുന്ന ദേശം. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? അല്ല ചോദിക്കുക. കൊച്ചുകുട്ടികൾ പോലും അങ്ങനെ പറയുള്ളൂ. അമ്മയ്ക്ക് വേറെന്തെങ്കിലും പറയണ്ടോ? മുത്തച്ഛന് വേറെന്തെങ്കിലും പറയാനുണ്ടോ? ഉടനെ പറയേണ്ട അർത്ഥം എന്താ? ഞങ്ങൾക്കെല്ലാം അറിയാം. അറിയാത്തതുകൊണ്ടല്ല നിങ്ങൾ തെറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ബാബ അതാ പറയണേ, അറിയാത്തത് കൊണ്ടല്ല. പിന്നെയോ ആത്മാവിൽ ശക്തിയില്ല. കാരണം അത്രയും ജന്മങ്ങൾ എടുത്തെടുത്ത ആത്മാവ് താഴെ. ഇപ്പം നമ്മുടെ മക്കളെന്ന് പറയുമ്പോൾ പിന്നെ ഒരു ജന്മം കൂടെ ആയില്ലേ. അവരുടെയും മക്കളെന്ന് പറയുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും? ആത്മാ എത്ര ജന്മെടുക്കാണ്. വസ്ത്രം മാറുന്തോറും എന്തായിക്കൊണ്ടിരിക്കുകയാണ്? ഇറക്കാണല്ലോ. അപ്പൊ ബാബ പറയണേ, നിങ്ങൾ കുട്ടികൾക്ക് എന്താ ചെയ്യാൻ പറ്റണേ? സ്നേഹത്തിന്റെ സഹയോഗത്തിന്റെ കൈ. അവന് ശിക്ഷ നഹീന്തോ. ഇനി ലെസൺസ് ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല പറയാം ബാബ. പാഠങ്ങളല്ല ആവശ്യം, സ്നേഹം സഹയോഗം കൊടുക്കും. നിങ്ങൾ മാറി നിൽക്കുകയോ അവരി നിൽക്കുകയോ ചെയ്യരുത് പറയാം ബാബ. തെറ്റുകാരാണെന്ന് പറഞ്ഞ് ബാബ പറയണ, നിങ്ങൾ അവരുടെ അടുത്ത് നിന്ന് മാറുകയോ, ബാബ പറയണ അവരെ സൈഡിലേക്ക് മാറ്റി നിർത്തുകയോ ചെയ്യരുത്. സഹാരാപനോ. അവർക്കും അവന് എന്ത് സഹയോഗം കൊടുക്കാമോ സഹയോഗം, സപ്പോർട്ട് കൊടുക്കും. ക്യോങ്കി ആപ്കാ യാദ്ഗാർ. എന്തുകൊണ്ടെന്നാൽ ബാബ പറയണേ, നിങ്ങളുടെ ഓർമ്മചിഹ്നമാണ് വിജയമാല.
മാല എന്ന് പറഞ്ഞാല് ഒരു മുത്ത് അടുത്ത മുത്തിന് ബാബ പറഞ്ഞ സമീപത്ത് സ്നേഹി സഹയോഗിയായി കിടക്കുമ്പോഴേ ഒരു മാല തയ്യാറാക്കണം. ബാബനെ മാല ചെന്നിരുന്നാലേ മാലയാവുള്ളൂ. ബാബനെ നിങ്ങൾ മാറി നിൽക്കുകയോ മറ്റേ മുത്തിനെ കുറവുള്ള അല്ല ദുർബലത അവർക്കുണ്ട് പറഞ്ഞ് ബാബനെ ആ മുത്തിനെ മാറ്റി നിർത്തുകയോ ചെയ്താൽ മാല സെറ്റാവില്ല പറയാ. ബാബ അപ്പൊ എന്താവും? ഇടയിൽ നൂല് ഗ്യാപ്പ് ഉണ്ടാവും. അപ്പൊ ബാബ പറയണേ, മാറി നിൽക്കുകയോ മാറ്റി നിർത്തുകയോ അല്ല വേണ്ടത്, സ്നേഹത്തിന്റെ സഹയോഗത്തിന്റെ ബാബ പറയണേ മുത്തായി സഹയോഗം കൊടുക്കും. അതുകൊണ്ടാണ് വിജയമാല. ബാബന് വിജയമാലയിൽ താങ്കളും മുത്തായി കോർക്കപ്പെടണമെങ്കിൽ, വിജയമാലയുടെ ചിത്രത്തിൽ താങ്കളും ഉണ്ടാകണമെങ്കിൽ ബാബന താങ്കൾക്ക് സഹയോഗം സ്നേഹം കൊടുക്കേണ്ടി വരും. ഏതാത്മാവിനും. ഇപ്പോ സന്ദേശവാഹകര് സഹയോഗികളായി സ്നേഹികളായി മാറുന്ന ചിത്രമാണ് ബാബ പറയണ ഇപ്പൊ വിശ്വത്തിന്റെ സ്റ്റേജിൽ കാണപ്പെടേണ്ടത്. എങ്ങനെ നിങ്ങൾ സർവർക്കും സ്നേഹവും സഹയോഗവും കൊടുത്ത് മുന്നോട്ട് പോകുന്നു. അപ്പം നിങ്ങളുടെ സ്നേഹത്തിന്റെ സഹയോഗത്തിന്റെ ചിത്രം ലോകത്തിന് മുന്നിൽ കാണപ്പെടട്ടെ. മഹാദാനിയായി മാറും. തൻ്റെ ഗുണങ്ങളുടെ സഹയോഗം കൊടുക്കും. എന്താ ദാനം ചെയ്യേണ്ടത്? ഗുണങ്ങളുടെ സഹയോഗം കൊടുക്കൂ, ശക്തികളുടെ സഹയോഗം കൊടുക്കും. തൻ്റെ ഗുണങ്ങള് തൻ്റെ ശക്തികൾ എന്ന് പറയുമ്പോൾ ബാബ പറയണേ, താങ്കളിൽ എന്തെല്ലാം ഗുണങ്ങളും ശക്തികളും ഉണ്ടോ അതെല്ലാം പരമാത്മ ഗുണങ്ങളും പരമാത്മ ശക്തികളുമാണ്. ബാബ തന്നതാണ്. താങ്കളിലുള്ളതെല്ലാം ബാബ പ്രഭുവിൻ്റെ ദാനമാണ്. അപ്പൊ താങ്കൾ എന്ത് കൊടുക്കുമ്പോഴും ബാബ പറയണേ, താങ്കളുടെ ഗുണങ്ങളും ശക്തികളും പരമാത്മ ദാനമായതുകൊണ്ട് താങ്കൾ അതിനെ മഹത്തായ ദാനം ചെയ്യൂ. ഗുണങ്ങളിലൂടെ ശക്തികളിലൂടെ മാത്രമേ ഉനോങ്കി കംസോരി ദൂർ കറൂ, മറ്റുള്ളവരുടെ ദുർബലതകളെ ദൂരീകരിക്കും. അവന് വേറെ മാർഗമില്ല. താങ്കളുടെ ഗുണം ശക്തിയുടെ സഹയോഗത്തിലൂടെ മാത്രമേ ബാബ പറയണ ഇനി ഒരു ആത്മാവിൻ്റെ അവഗുണം ദുർബലത മാറ്റാൻ പറ്റൂ. ഉപദേശിച്ച് മാറ്റാൻ പറ്റില്ല പറയാ ബാബ. താങ്കളിലെ ഗുണവും ശക്തിയും കണ്ടവര് ബാപ്പനെ താങ്കളെ കണ്ട് ഫോളോ ചെയ്യുക മാത്രമേ നടക്കൂ. താങ്കൾ പറഞ്ഞു കൊടുത്തിട്ട് ആരെയും പരിവർത്തനപ്പെടുത്താൻ പറ്റില്ല. കൊയ് കംസോർ നഹി രഹേ ബാപ്പനെ. പക്ഷെ താങ്കളുടെ ഉള്ളിൽ ഈ ശുഭാവന ഉണ്ടാവണം എന്ന് പറയണേ. ഈ ഈശ്വരീയ കുടുംബത്തിൽ ഒരാത്മാവും ഇനി ദുർബല ആത്മാവായി ഉണ്ടാകരുത്. കോടിയിൽ ചിലരിൽ ഒരാളായി ബാബ സെലക്ട് ചെയ്ത മക്കളാണ്. താങ്കളുടെ പേര് തന്നെ എന്താണ്? ബാബ താങ്കൾക്ക് തന്നിരിക്കുന്ന ഓമന പേരാണ് മാസ്റ്റർ സർവ ശക്തിവാൻ. അതുകൊണ്ട് ബാപ്പന് ഈശ്വരീയ കുടുംബത്തിൽ ഒരു ആത്മാവ് പോലും ദുർബല ആത്മാവായി കാണപ്പെടരുത്. മാസ്റ്റർ സർവശക്തിവാൻ എന്നതാണ് താങ്കളുടെ ടൈറ്റില്. സർവശക്തിവാന്റെ കർത്തവ്യം എന്താണ്? സർവശക്തിവാന്മാരാണ് കുട്ടികളെങ്കിൽ എന്ത് ചെയ്യണം? ശക്തി എടുക്കുക, ശക്തി കൊടുക്കുക. ശക്തി എടുക്കുക, ശക്തി കൊടുക്കുക. ശിവരാത്രിയല്ലേ എൻ്റെ ബാബ ഹോംവർക്ക് തരിക. ശിവനിൽ നിന്ന് ശക്തി എടുക്കുകയും അല്ലെ ബാബയിൽ നിന്നെടുത്ത ശക്തികളെ കൊടുക്കാനുമുള്ള സമയമാണ് ഇത്. ഇതായിരിക്കണം ഈ ഫെബ്രുവരി മാസത്തെ നമ്മളുടെ ഫുൾ ലക്ഷ്യം. ബാബയിൽ നിന്നെടുക്കണം, സർവാത്മാക്കൾക്കും കൊടുക്കണം. കാരണം ഞാൻ ശിവശക്തിയാണ്. സർവാത്മാക്കളും ശിവശക്തികളാകട്ടെ. എല്ലാവരും ബാബയിൽ നിന്ന് ശക്തി എടുക്കട്ടെ. എല്ലാവർക്കും ശക്തി ഉണ്ടാവട്ടെ. ബാബയിലൂടെ കിട്ടിയ ഗുണങ്ങളെയും ശക്തികളെയും ബാബനെ പരസ്പരം ഗിഫ്റ്റ് പോലെ കൊടുക്കും. ഭഗവാൻ എന്ത് നമുക്ക് തന്നു അത് ഗിഫ്റ്റ് പോലെ മറ്റുള്ളവർക്ക് ബാബനെ കൊടുക്കുന്ന സഹയോഗം ചെയ്യും. മംഗളഭാവന താങ്കൾക്കുണ്ടെങ്കിൽ ബാബ പറയണേ, ജയ്സെ എങ്ങനെയാണോ ജ്ഞാനം വായികൊണ്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ ബാബ പറയണ എത്ര പേര് കേൾക്കുന്നു, അല്ല വെച്ചിരിക്കുന്ന മൈക്കിന്റെ ശബ്ദം എത്ര ദൂരം പോകുന്നു, എത്ര കല്ലിപ്പെടുന്നു. ബാബ പറയണ ജ്ഞാനം വായിലൂടെ ശബ്ദത്തിലൂടെ കൊടുക്കുന്നത് പോലെ ഇപ്പൊ ബാബ പറയണ സമയം എന്താണ്? ഇപ്പൊ സമയം അവനെ വാച സേവനത്തെക്കാള് ഇപ്പൊ കല്യാൺ കി ഭാവന. ഇപ്പൊ സേവനം ചെയ്യുന്ന സാമഗ്രി ഏതാണ്? മംഗളഭാവന, മംഗള മനോവൃത്തി, മംഗളകരമായ വായുമണ്ഡലം. കഴിഞ്ഞ മുരളി അതായിരുന്നില്ലേ അല്ലെ? ശുഭവായുമണ്ഡലം, ശുഭവൃത്തി, ശുഭദൃഷ്ടി അല്ലെ? അവ പറയണേ മംഗളകരമായ ഭാവന, മംഗളകാരി വൃത്തി, മംഗളകാരി വായുമണ്ഡലത്തിലൂടെ
ഗുണങ്ങളുടെ ഗിഫ്റ്റ് നൽകൂ, ശക്തികളുടെ ഗിഫ്റ്റ് നൽകൂ. അപ്പം ഇതാണ് ശിവരാത്രിക്ക് ഈ ഒരു മാസത്തെ സേവ. ഈ സേവ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാ അല്ലേ? ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാലും ഇതിന് നമുക്ക് ശരീരം കൊണ്ട് പുറത്തോടണ്ട, അയ്യോ മതവും പോയി എനിക്കതുകൊണ്ട് ഈ വർഷം ഒരു സേവയും ചെയ്യാൻ പറ്റിയില്ല എന്നും ചിന്തിക്കണ്ട. ഇതാ പറഞ്ഞ ബാബ, ദൃഷ്ടി വൃത്തി മംഗളഭാവന സർവരെ പ്രതി. ബാബ പറയണ ഈ ഗുണങ്ങളുടെ ശക്തികളുടെ ഗിഫ്റ്റ് കൊടുക്കും, ലക്ഷ്യം വെക്കും. ഇന്നത്രേ തീയതി 6. എന്നാൽ ശിവരാത്രി എന്നറിയോ? 26. 20 ദിവസം നമ്മുടെ കയ്യിലുണ്ട്. ഈ 20 ദിവസം വ്രതം പോലെ എനിക്ക് എൻ്റെ ഹൃദയത്തിൽ നിന്ന് സദാ സർവാത്മാക്കളെ പ്രതിയും പ്രകൃതിയുടെ 5 തത്വങ്ങളെ പ്രതിയും സർവജീവജാലങ്ങളെ പ്രതിയും നിരന്തരം എൻ്റെ വൃത്തി ദൃഷ്ടിയിൽ നിന്ന് ശുഭം 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 എനിക്ക് ചിന്തിക്കണം. ശുഭസങ്കല്പം. ആരെക്കുറിച്ച് കണ്ടാലും കേട്ടാലും, ആര് മുന്നിലൂടെ കടന്നു പോയാലും, ബസ്സിൽ 10 ആളുടെ ഇടയിലിരിക്കുകയാണ്, 50 പേരുണ്ട്, ട്രെയിനിൽ 100 കണക്കിന് ആൾക്കാരുടെ ഇടയിലാണ്. എന്തുവഴി പോയാലും വന്നാലും വീട്ടിലായാലും പുറത്തായാലും ന്യൂസ് കേട്ടാലും കണ്ടാലും എല്ലാ ആത്മാവിനെ പ്രതി, ആരെങ്കിലും വന്ന് ഒരാളെ പ്രതി എന്നോട് പറയുകയാണെങ്കിലും അവരെ പ്രതിയും ശുഭം. പറഞ്ഞാൾ എന്നോട് അശുഭമാണ് പറഞ്ഞതെങ്കിലും എനിക്ക് അവരെ പ്രതിയും, പറയുന്ന ആളോടും ആരെ പ്രതി പറയുന്നു അവരെ പ്രതിയും ശുഭം. ആര് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവരുടെയും ബുദ്ധിയെ ശുഭകരമാക്കി മാറ്റുക. നമുക്ക് ശുഭം ചിന്തിക്കാം, അവർക്കും നല്ലത് വരട്ടെ എന്ന് ചിന്തിക്കാം, അവർക്ക് വേണ്ടി ആശീർവാദം കൊടുക്കാമെന്ന് പറഞ്ഞ് അല്ലെ, ആര് കുറവ് പറയുന്നു അവരെയും കൂടി എന്ത് ചെയ്യാം? ഈ മാസം ഇത് എൻ്റെ ശിവരാത്രി വ്രതമാണ്, നിങ്ങളും ഈ മാസം ഈ വ്രതം എടുക്കും. നമുക്കെല്ലാവരെയും പ്രതി ശുഭം ചിന്തിക്കാം, ശുഭം പറയാം, ശുഭസങ്കല്പം വയ്ക്കാം. ഒരു 20 ദിവസത്തെ വ്രതത്തിലാണ് ഞാൻ. നിങ്ങളും ഈ വ്രതം കഴിയുമെങ്കിൽ എടുക്കും. ഗുരുവാറല്ലേ, ചെയ്യാം നമുക്കെല്ലാവർക്കും കൂടി. ബാബയ്ക്ക് നമ്മൾ ഇത്രയും മക്കളല്ലേ, ആയിരക്കണക്കിന് മക്കൾ ബാബയുടെ മുരളി കേൾക്കല്ലേ. അതുകൊണ്ട് നമ്മളെല്ലാവരും ചേർന്ന് ഈ വ്രതം എടുത്താൽ തന്നെ നമ്മുടെ വൈബ്രേഷൻ കൊണ്ട് നമുക്കും പരിവർത്തനം ഉണ്ടാവും. നമ്മുടെ മനസ്സിനും ശരീരത്തിനും അല്ല നമ്മുടെ കുടുംബത്തിലെ അതിൻ്റെ വൈബ്രേഷൻ ഉണ്ടാവും, വീട്ടിൽ നല്ല റിസൾട്ട് ഉണ്ടാവും. നമ്മളെവിടെ പോകണം അവിടെയൊക്കെ അതിൻ്റെ നല്ല റിസൾട്ട് ഉണ്ടാവും. ഇന്ന് മുതൽ അണ്ടർലൈൻ ചെയ്തോളൂ. ശിവരാത്രി വരെ ആര് ചോദിച്ചാലും ഞാൻ വ്രതത്തിലാണ്. ഏതാ വ്രതം? നിങ്ങളും വേണമെങ്കിൽ എന്നോടൊപ്പം ഈ വ്രതം എടുത്തോളൂ. സുഖമായിട്ട് എടുക്കാൻ പറ്റുന്ന വ്രതമാണ്. നിങ്ങൾക്ക് അമേരിക്കയിലിരുന്ന് ഈ വ്രതം എടുക്കാം, റഷ്യയിലിരുന്ന് ഈ വ്രതം എടുക്കാം അല്ലേ? ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നും, ഗ്രാമത്തിലായാലും ടൗണിലായാലും, പഠിപ്പുണ്ടെങ്കിലും പഠിപ്പില്ല, ഈ വ്രതം എടുക്കാർക്കും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. ഇന്ന് മുതൽ നമ്മളെല്ലാം ഒരുമിച്ച് ഈ സങ്കല്പം, നമ്മളെ ബി കെ ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓർമ്മിപ്പിക്കണം. ആരെങ്കിലും എന്തെങ്കിലും പറയാൻ വരുമ്പോൾ ഓർമ്മിപ്പിക്കണം. വ്രതം ഓർമ്മയുണ്ടല്ലോ, ഞാനും വ്രതത്തിൽ, താങ്കളും വ്രതം എടുത്തോളൂ. നമുക്കെല്ലാവർക്കും ചേർന്ന് വ്രതം. കേവലം ശുഭമേ ഞാൻ പറയൂ. ശിവരാത്രി വരെ ഞാൻ ശുഭമേ പറയൂ, ശുഭമേ ചിന്തിക്കൂ. ചെയ്യാം എല്ലാവർക്കും ചേർന്ന്. ഇതൊരു സേവനമാവട്ടെ നമുക്ക്. ഈ പ്രാവശ്യം നമ്മൾ വേറെ സ്ഥൂല സേവകൾ അധികം ചെയ്യുന്നില്ലല്ലോ. ഈ സൂക്ഷ്മ സേവ നമുക്ക് വളരെ ആത്മാർത്ഥതയോടെ ചെയ്യാം. ആത്മാർത്ഥതയോടെ മുരളി കേട്ടു പോയി കഴിഞ്ഞു, ഗുരുവാറിൻ്റെ മുരളിയിൽ ബാബ അത് പറഞ്ഞു, അങ്ങനെയല്ല. ഇന്ന് മുതൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഓർമ്മിപ്പിക്കാം. ചിലപ്പോൾ നമ്മൾ മറന്നു പോകും, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഓർമ്മിക്കുമ്പോൾ എന്താവും? സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുമ്പോൾ ഒരു സഹയോഗമാക്കും. ഇന്ന് മുതൽ അണ്ടർലൈൻ ചെയ്യും. ഡെയിലി കുറച്ച് ശുഭം എഴുതൂ. ആരെ പ്രതി എഴുതണമോ, ആരെ പ്രതിയാണോ നമുക്ക് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് കേൾക്കുകയോ കാണുകയോ ഒക്കെ ചെയ്യണേ, ആത്മാക്കളെ പ്രതിയോ സംഭവങ്ങളെ പ്രതിയോ ഒരു പുസ്തകം, ഒരു ഡയറി എടുത്ത് വയ്ക്കൂ. ശുഭം എഴുതാൻ, ശുഭസങ്കല്പം എഴുതാൻ ഒരു ഡയറി. അങ്ങനെ ഇന്ന് മുതൽ ഒരു പേജെങ്കിലും ശുഭസങ്കല്പം എഴുതൂ. ആർക്കെങ്കിലും വേണ്ടി എഴുതൂ ശുഭസങ്കല്പം. ആദ്യം അവരവരുടെ ശരീരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ശരീരത്തിന് വേണ്ടി ശുഭസങ്കല്പം എഴുതൂ. സംസ്കാരത്തിൽ ഏതെങ്കിലും പരിവർത്തനം കൊണ്ടുവരണ സംസ്കാര പരിവർത്തനത്തിനുള്ള ശുഭസങ്കല്പം എഴുതും. അപ്പം എൻ്റെ ദേഷ്യമാണ് എനിക്ക് മാറേണ്ടതെങ്കിൽ ഞാൻ ശാന്തസ്വരൂപാത്മാവ, ശക്തി സ്വരൂപാത്മാവ, സഹനശക്തി ആത്മാവ, ക്ഷമയുള്ള ആത്മാവ. ഓരോ ദിവസവും എന്ത് ചെയ്യുക, ഞാൻ എനിക്ക് വേണ്ടി ശുഭസങ്കല്പം എഴുതുക. അല്ലെ നമ്മുടെ കൂടെയുള്ള ഏതെങ്കിലും ആത്മാക്കളാണ് നമുക്ക് ടെസ്റ്റ് പേപ്പർ അല്ലെങ്കിൽ ബുദ്ധിമുട്ട്, അവരെ പ്രതിയാണ് നമുക്ക് വ്യർത്ഥ സങ്കല്പം വരുന്നത്, അവർക്ക് വേണ്ടി എന്ത് ചെയ്യുക, ശുഭസങ്കല്പം എഴുതുക. അല്ലെങ്കിൽ പ്രകൃതിക്ക് വേണ്ടി, വീടിന് വേണ്ടി, എന്ത് കാര്യമാണോ
അയൽക്കാരാണോ, ഏതാണ് വിഷയമെങ്കിലും ആ ആത്മാക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യുക? ശുഭസങ്കല്പം എഴുതും. ഈ ശുഭസങ്കല്പങ്ങളുടെ ഊർജം നമുക്കും അവർ എന്തായാലും ഒരു സങ്കല്പം വരും. ബാബ എന്താ പറയണേ? അത് ശുഭസങ്കല്പം എഴുതിയാൽ നിങ്ങൾക്ക് ലാഭം, മറ്റുള്ളവർക്ക് ലാഭം. അപ്പം ഇന്ന് മുതൽ സങ്കല്പത്തിലും ശുഭം ഒരു ഡയറി വെച്ച് നോക്കൂ. എനിക്ക് എത്ര ശുഭസങ്കല്പം എഴുതാൻ പറ്റുന്നുണ്ട്. അപ്പം എപ്പോൾ ഒഴിവ് കിട്ടണോ, വീണ് കിട്ടണ സമയം 5 മിനിറ്റ് 10 മിനിറ്റ് ഒഴിവ് കിട്ടണോ, ഭക്ഷണം കഴിച്ചിട്ട് 10 മിനിറ്റ് ഇരിക്കുകയാണ്, ഡയറി എടുക്കുക, കുറച്ച് ശുഭസങ്കല്പം എഴുതുക. കിട്ടണ സമയമെല്ലാം ഒരു 7 ശുഭസങ്കല്പമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് എഴുതും. ഇന്ന് മുതൽ ഇതൊരു സേവനമാണ്. ബാബ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന സർവീസാണ്. എനിക്ക് എൻ്റെ ശരീരത്തിന് വേണ്ടി, മനസ്സിന് വേണ്ടി അല്ല, എൻ്റെ ദൃഷ്ടി, വൃത്തി, സംസ്കാര പരിവർത്തനത്തിനെല്ലാം വേണ്ടി നമുക്ക് ലക്ഷ്യം വെച്ച് ശുഭസങ്കല്പം എഴുതാം. ബാബ പറയണ ഇപ്രകാരം വായുമണ്ഡലത്തിലൂടെ ഗുണങ്ങളുടെ, ശക്തികളുടെ ഗിഫ്റ്റ് നൽകൂ. ദുർബലർക്ക് സഹയോഗം നൽകൂ. സമയത്ത് ഗിഫ്റ്റ് കൊടുക്കണം. വീണ് കിടക്കുന്നവരെ തള്ളിയിടരുത്. വീണവരെ ഒന്നും കൂടി തള്ളരുത്. അവനെ വീണാളെ എഴുന്നേൽപ്പിക്കൂ, പിടിച്ചുയർത്തു. ഇവരിങ്ങനെയാണ്, 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 ഇവരിങ്ങനെയാണ് അവൻ ഒരിക്കലും പറയരുത്. അപ്പം എന്തുപോലെയാണ്? വീണാളെ ഒന്നും കൂടി തള്ളണ പോലെ, ചവിട്ടണ പോലെ. അവന് വീണു പോയവരെ പിന്നെ ചവിട്ടല്ലേ. എത്ര തവണ അവരിങ്ങനെയാണ് ഇങ്ങനെയാണ് പറയണോ, ബാബ പറയണ അവരെ അത്രയും തവണ നിങ്ങൾ വീണ് കിടക്കുന്ന ഒരാളുടെ മേലെ വീണ്ടും വീണ്ടും ചവിട്ടണ പോലെയാണ് പറയാ ബാബ. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഒരാളുടെ ദുർബലത എത്ര തവണ ആവർത്തിക്കണോ, ബാബ എന്താ പറഞ്ഞേ? അവരെ വീണ്ടും വീണ്ടും ചവിട്ടണ പോലെ. അപ്പൊ ബാബച്ചിക്ക് അവരെങ്ങനെ എഴുന്നേക്കുക? ചവിട്ടും തോറും അവശനാവില്ലേ കൂടുതൽ? അവൻ അത്ര ദോഷം നമ്മുടെ ആവർത്തിച്ചിട്ടുള്ള പറച്ചിലിന് ഉണ്ടാവും എന്ന് പറയാം ബാബ. സോ ബി കെയർഫുൾ. നമ്മൾ നമ്മളോട് പറയണം, ഞാൻ എത്ര ശ്രദ്ധാലുവായിരിക്കണം, എത്ര ശ്രദ്ധാലു. ബാബ പറയണേ, ആ ആത്മാവും പ്രഭു സ്നേഹത്തിന് പാത്രമായ ആത്മാവാണ്. മറക്കല്ലേ പറയാ ബാബ. എല്ലാവരും ആരാണ്? ഭഗവാന്റെ സ്നേഹത്തിന് പാത്രമായ ഒരു ആത്മാവാ. കോടിയിൽ ചിലരിൽ ഒരാളാണ്. അതും ഒരു വിശേഷ ആത്മാവാണ്. വിജയിയാകുന്ന ആത്മാവാണ്. ഈ ദൃഷ്ടിയിൽ താങ്കളെ കാണും. വീണു, ദുർബലനാണ്, വീക്ക്നെസ് ഉണ്ട്. പക്ഷെ ബാബന് വീക്ക് അവസ്ഥയിൽ കാണാതെ എന്ത് കാണൂ? കണ്ണടയൊന്ന് മാറ്റൂ പറയാ ബാബ. ഇതും ഭഗവാന്റെ പ്രിയപ്പെട്ട ഒരു കുട്ടിയാണ്. ഇതും കോടിക്കണക്കിന് ആത്മാവില് ഈശ്വരന്റെ ഒരു സന്താനമാണ്. ഈ ആത്മാവിനും ഒരു വിശേഷതയുണ്ട്. ഈ ആത്മാവും വിജയിയായി മാറും. ഈ പ്രകാരം ബാബ പറയണ താങ്കൾ കണ്ണട മാറ്റിവെച്ചിട്ട് എന്താണോ അവരുടെ നെഗറ്റീവ്, ബാബന് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോസിറ്റീവില് അവരെ കാണൂ, അവരെക്കുറിച്ച് ചിന്തിക്കൂ. ദൃഷ്ടി, വൃത്തി, വായുമണ്ഡലം ചേഞ്ച് ചെയ്യൂ. നെഗറ്റീവാണ് വ്യക്തി, പക്ഷെ ബാബന് താങ്കൾ താങ്കളുടെ ദൃഷ്ടി, വൃത്തി മാറ്റൂ. അപ്പോൾ വായുമണ്ഡലം മാറും. ക്ലിയർ ആയില്ലേ? കുച്ച് ബാബ പറയണേ, എന്തെങ്കിലും പുതുമ ജീവിതത്തിൽ കൊണ്ടുവരണ്ടേ? ബാബന് എന്തെങ്കിലും ഒരു ന്യൂനെസ് ലൈഫിൽ വരണ്ടേ? ബാബന് നിങ്ങൾ ഈ പുതുമ കൊണ്ടുവരൂ. ലോകത്താർക്കും ഈ പുതുമ കൊണ്ടുവരാൻ പറ്റില്ല. കാരണം എല്ലാവരും കുറവിനെ കുറവായിട്ടേ പറയുള്ളൂ, അവഗുണങ്ങളെ അവഗുണങ്ങളായിട്ടേ വർണ്ണിക്കുള്ളൂ. പക്ഷേ ബാപ്പനെ താങ്കൾ ഈ പുതുമ താങ്കളുടെ ജീവിതത്തിൽ കൊണ്ടുവരും. എല്ലാവരും ഒരു വ്യക്തിയുടെ അവഗുണം വർണ്ണിക്കുമ്പോൾ താങ്കൾ അവരുടെ ഗുണം വർണ്ണിക്കും. അവൻ ഇതാണ് താങ്കൾ കാണിക്കേണ്ട അവനെ പുതുമ. ദേഖോ, ബാബ പറയണ ചെയ്തു നോക്കൂ, ഉണർവ്, ഉത്സാഹത്തോടെ ചെയ്യൂ. അവൻ ഇതാണ് താങ്കൾക്ക് ആത്മാവിന് കൊടുക്കാവുന്ന സഹയോഗം. ഇപ്രകാരം ബാബ പറയണേ, നിങ്ങൾ ബ്രാഹ്മണരുടെ കൂട്ടം, അവൻ ഈ ജോലി ചെയ്യുന്ന പുതുമയുള്ള ഈ ബാബ പറയണേ ജോലി ചെയ്യുന്ന ബ്രാഹ്മണരുടെ കൂട്ടായ്മയാണ് ബാബയ്ക്ക് ആവശ്യം. എല്ലാവരും ചെയ്യുന്നതിൽ നിന്ന് അവന് വ്യത്യസ്തമായ അവന് സേവനം ചെയ്യുന്ന കുട്ടികളുടെ കൂട്ടായ്മ ബാബയ്ക്ക് വേണം. അപ്പോൾ ബാബന് അപ്പോഴാണ് വിജയത്തിൻ്റെ കൈയടി നടക്കുക. ബാബന് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൈയടിക്കാറില്ലേ? ബാബന് ഇത് ചെയ്തിട്ട് കൈയടി വാങ്ങും. ഇത് എല്ലാവരും അവഗുണത്തെ വർണ്ണിക്കുമ്പോൾ ആരാണോ ഏറ്റവും വീണ് കിടക്കുന്ന ആത്മാവിനെ പ്രതി എല്ലാവരും അവഗുണം പറയുമ്പോൾ താങ്കൾക്ക് അവരുടെയും എന്തെങ്കിലും ഗുണം കാണാൻ കഴിയുന്നുവെങ്കിൽ അവൻ അപ്പോഴാണ് താങ്കൾക്ക് കരഘോഷത്തിന് പാത്രമാകുക. ഇനി ബാബ പറയണ, താങ്കൾ കാത്തിരിക്കുന്നവരുടെ നിരയിലാകരുത്. തയ്യാറെടുപ്പുകൾ നടത്തേണ്ടവരാണ് നിങ്ങൾ.
പരിവർത്തനത്തിനുള്ള, പ്രത്യക്ഷതയ്ക്കുള്ള അവന് തയ്യാറെടുപ്പ് നടത്തേണ്ട ആത്മാക്കളാണ്. നോക്കൂ, പ്രകൃതിയെ തന്നെ, അവന് പ്രകൃതി ആകെ വലഞ്ഞിരിക്കുകയാണ്, ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. ബാബ പറയുന്ന പ്രകൃതിയും ശാന്തമാക്കൂ. താങ്കളിലെ ബാബ പറയണ പ്രത്യക്ഷത്തിൽ ഈ പരിവർത്തനം ഉണ്ടാകട്ടെ, എന്നാലേ വിശ്വത്തിൽ ശാന്തി സ്വതവേ ഉണ്ടാകും. ബാബയ്ക്ക് നിറയെ മക്കള് പുതിയവരും വന്നുകൊണ്ടിരിക്കുകയാണ്. ബാബന് ഇന്ന് ലോകത്തിൽ 2 വിശേഷ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധ കൂടുതൽ 2 കാര്യത്തിൽ എല്ലാവർക്കും. ഏതാ പറഞ്ഞ ബാബ? ഒന്ന് എക്സർസൈസ്, 2ാമത് ഭക്ഷണം. ഇത് 2ലും എല്ലാവർക്കും വളരെ ശ്രദ്ധയാണ്. നിങ്ങളും ഇത് 2ഉം ചെയ്യുന്നുണ്ടാവുമല്ലോ. ബാബ പറയണേ, എക്സർസൈസും ഭക്ഷണത്തിലും നിങ്ങളും ശ്രദ്ധാലുക്കളാകുമല്ലോ. പക്ഷേ ബാബന് ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് ഇനി ഒരു എക്സർസൈസിലും ഭക്ഷണത്തിലും കൂടി ശ്രദ്ധിക്കണം. ബാബ പറയണ ശരീരത്തിൻ്റെ ഭക്ഷണവും എക്സർസൈസും ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങളും ശ്രദ്ധിക്കുമായിരിക്കുമല്ലോ. പക്ഷെ ഇത് കൂടാതെ ബാബ നിങ്ങൾക്ക് ഇനി ഒരു എക്സർസൈസും കൂടി പറയാണ്. അതേതാണ്? എല്ലാവരും ചെയ്യുന്നത് ശാരീരിക എക്സർസൈസ്, പക്ഷേ താങ്കൾ മനസ്സിൻ്റെ എക്സർസൈസ് ചെയ്യണം. ഏത് എക്സർസൈസ്? ബാബ ഇതിൽ പറഞ്ഞ ഡ്രിൽ, എല്ലാ മുരളിയിലും ഒരു ഡ്രില്ല് പറഞ്ഞുതരല്ലേ ബാബ. ഇതിൽ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ ഈ സെക്കൻഡ് ബ്രാഹ്മണൻ, അടുത്ത സെക്കൻഡ് ഫരിസ്ത, അടുത്ത സെക്കൻഡ് ദേവത. ബ്രാഹ്മൺ, സോ ഫരിസ്ത, സോ ദേവത. BK മാലാഖസ്ഥിതി, തൻ്റെ ദേവത സ്വരൂപം. സംഗമയുഗം അല്ലേ നമ്മുടെ ഫൈനൽ സ്റ്റേജ്, പിന്നെ സത്യുഗി സ്മൃതി. ബാബ പറയണ ഈ 3 സെക്കൻഡ് ഡ്രില്ല് ബാബ പിന്നെ പ്രാക്ടീസ് ചെയ്യും. ഈ മനസ്സ ഡ്രില്ലിൻ്റെ അഭ്യാസം സദാ ചെയ്യും. ഇന്ന് എല്ലാ ട്രാഫിക് കൺട്രോളിലും ഇത് പ്രാക്ടീസ് ചെയ്തു നോക്കും. ഒന്ന് നമ്മുടെ സംഗമയുഗി ബ്രാഹ്മണ ജീവിതം, നമ്മുടെ തന്നെ സമ്പൂർണ്ണ മാലാഖസ്ഥിതി, ഡബിൾ ലൈറ്റ്, പിന്നെ നമ്മുടെ തന്നെ ദൈവിക സ്വരൂപം. ബാബ പറയണേ ഇതൊന്ന് ഡ്രിൽ. പിന്നെ ഏതാ? ഭോജനം. ഭോജനത്തിൽ ബാബ പറയണേ ശുദ്ധ ഭോജനം മനസ്സിന് സദാ കൊടുക്കും. ശുദ്ധ ഭോജനം മനസ്സിന് സദാ, മനസ്സിലെ സങ്കല്പങ്ങൾ ശുദ്ധ സങ്കല്പങ്ങളാകട്ടെ. വ്യർത്ഥ സങ്കല്പമോ നെഗറ്റീവ് സങ്കല്പമോ താങ്കളുടെ ഉള്ളിൽ വരുമ്പോൾ താങ്കൾ മനസ്സിലാക്കണം, ഞാൻ അശുദ്ധ ഭോജനം കഴിക്കുകയാണ്. എന്താ പറഞ്ഞ ബാബ? വ്യർത്ഥ സങ്കല്പമോ നെഗറ്റീവോ മനസ്സിൽ വരുമ്പോൾ താങ്കൾ ഓർമ്മിക്കണം, ഞാൻ അശുദ്ധ അന്നം കഴിക്കുകയാണ്. ബാബൻ ഇനി താങ്കൾ എന്തായാലും ബാബൻ ഈ വായിൽ അശുദ്ധ അന്നം കഴിക്കില്ലല്ലോ. താങ്കൾക്കറിയാം എന്താ ശുദ്ധ ഭോജനം, ഏതാണ് അശുദ്ധ. അപ്പൊ ബാബ പറഞ്ഞപ്പോൾ മനസ്സിനും ഇത്രയധികം ജാഗ്രത പാലിക്കൂ പറയാ ബാബ. വ്യർത്ഥ സങ്കല്പം നെഗറ്റീവ് വരുമ്പോൾ മനസ്സിൽ സദാശുദ്ധ സങ്കല്പം, മനസ്സ് അതേപോലെ എക്സർസൈസ്, ബ്രാഹ്മൺ, സോ ഫരിസ്ത, സോ ദേവത. എത്ര സമയം കഴിയുമോ അത്രത്തോളം തൻ്റെ സങ്കല്പങ്ങളെ ശുദ്ധമാക്കി മാറ്റൂ. നാനാഭാഗത്തുമുള്ള പരമാത്മ സ്നേഹി അധികാരി വിശേഷാത്മാക്കൾക്ക് സദാ പരസ്പരം സഹയോഗിയായി, ബാബയുടെ സ്നേഹി സഹയോഗി കുട്ടികൾക്ക്, സദാ വിജയി കുട്ടികൾക്ക്, വിജയത്തിൻ്റെ കൊടി വിശ്വത്തിൽ പറപ്പിക്കുന്നവർക്ക്, ലക്ഷ്യത്തെ പ്രാക്ടിക്കലിലേക്ക് കൊണ്ടുവരുന്ന വിജയി കുട്ടികൾക്ക്, സദാ തൻ്റെ പഴയ ലോകം, പഴയ സംസ്കാരത്തിൻ്റെ ആകർഷണങ്ങളിൽ നിന്ന് ഉപരിയായിരിക്കുന്ന ബാപ്സമാൻ കുട്ടികൾക്ക്, ഹൃദയേശ്വരനായ ബാബയുടെ ഹൃദയത്തിൽ നിന്നുള്ള ഓർമ്മയും സ്നേഹവും നമസ്കാരം. ബാപ്ദാദയ്ക്കും സ്നേഹസ്മരണകളും ഓർമ്മയും നമസ്കാരം.